കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. സ്വന്തം ചുമതലകൾ നിറവേറ്റാൻ മാധ്യമപ്രവർത്തകർ ആരെയും ഭയപ്പെടേണ്ടതില്ല, ആരെയും ഭയപ്പെടുത്താനും ഇറങ്ങരുത്. ഇത് പറഞ്ഞത് ഇന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്ന വിഷയത്തിന് വളരെ പ്രസക്തമാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ചർച്ചാ വിഷയം ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കേരളത്തിൻ്റെ നിയമവിദ്യാഭ്യാസ രംഗത്തിന് നൽകിയ സംഭാവനകളെ മാനിക്കുമ്പോൾ തന്നെ ഈ ഘട്ടത്തിൽ അതിനേക്കാൾ ഗൗരവമുള്ളതാണ് അവിടെ നടക്കുന്ന വിദ്യാർത്ഥി സമരവും കോളേജിൻ്റെ യോഗ്യത സംബന്ധിച്ച ആരോപണങ്ങളും സർക്കാർ പാഠഭൂമി വിനിയോഗത്തിൽ മാനേജ്മെന്റ് ക്രമക്കേട് നടത്തിയെന്ന ആരോപണവും ഒക്കെ. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ജല്ലിക്കെട്ട് ബിൽ തമിഴ്നാട് നിയമസഭ പാസാക്കി. സമരം അവസാനിപ്പിച്ച് പ്രതിഷേധക്കാർ. പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന് DMK. പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. കാളയുടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. വിവാദ ചുഴിയിൽ അകപ്പെട്ട് ലോ അക്കാദമി. വിദ്യാർത്ഥി സമരത്തിൽ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ തെളിവെടുപ്പ്. പരാതി എഴുതി നൽകി വിദ്യാർത്ഥികൾ. ആവശ്യമെങ്കിൽ കോളേജ് രേഖകൾ പരിശോധിക്കുമെന്ന് അംഗങ്ങൾ. പ്രിൻസിപ്പലിന്റെ രാജി ആവശ്യം തള്ളി മാനേജ്മെന്റ്. ലക്ഷ്മി നായരോട് വിശദീകരണം തേടി മനുഷ്യാവകാശ കമ്മീഷൻ. കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. ചട്ടലംഘനം ബോധ്യപ്പെട്ടാൽ പ്രവേശനം റദ്ദാക്കും. സ്വാശ്രയ മേഖല അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് AK ആന്റണി. കേരളത്തിനുള്ള റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കുന്നത് പരിഗണിക്കാമെന്ന് കേന്ദ്രം. പ്രധാനമന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന് എയിംസ് വേണമെന്ന ആവശ്യവും പ്രധാനമന്ത്രി അറിയിച്ച് പിണറായി വിജയൻ. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം. മിനിമം നിരക്ക് 9 രൂപയാക്കണമെന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത മാസം 2 മുതൽ അനിശ്ചിതകാല സമരം. വിവാദ ചുഴിയിൽ ലോ അക്കാദമി. വിദ്യാർത്ഥി സമരത്തിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി തിരുവനന്തപുരം ലോ അക്കാദമിയിലെത്തി തെളിവെടുപ്പ് തുടങ്ങി. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടി. ലക്ഷ്മി നായർ രാജിവെക്കില്ലെന്നും ആരോപണങ്ങൾ വ്യാജമാണെന്നും ലോ അക്കാദമി ഡയറക്ടർ ഡോക്ടർ N നാരായണൻ നായർ വ്യക്തമാക്കി. സർവകലാശാല അഫിലിയേഷൻ കമ്മിറ്റിയിലെ 8 പേരടക്കം 9 അംഗ സമിതിയാണ് ലോ അക്കാദമിയിൽ തെളിവെടുപ്പ് നടത്തുന്നത്. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി സമിതിക്ക് മുന്നിൽ രേഖാമൂലം പരാതി നൽകി. ഇമെയിൽ വഴിയും പരാതി സ്വീകരിക്കുന്നുണ്ട്. ഇതിനുശേഷം സമിതി തെളിവെടുപ്പ് നടത്തും. കുട്ടികളുടെ പരാതി കേട്ടതിന് ശേഷം രേഖകൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ പരിശോധിക്കും. മാനേജ്മെന്റും സമിതിക്ക് മുന്നിൽ നിലപാട് അറിയിക്കും. പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന ആവശ്യം മാനേജ്മെന്റ് വീണ്ടും തള്ളിക്കളഞ്ഞു. വിദ്യാർത്ഥികളുടെ പരാതികൾ വ്യാജമാണെന്നും ഇതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും ഡയറക്ടർ ഡോക്ടർ N നാരായണൻ നായർ ആരോപിച്ചു. പ്രിൻസിപ്പലിന്റെ മാറ്റം ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പ്രിൻസിപ്പലിനെ മാറ്റാനായിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൂടെ മാറ്റിയിട്ടാ എവിടെ മാറ്റില്ല പ്രിൻസിപ്പലിനെ അല്ല അതങ്ങനെ ഇല്ലല്ലോ. അത് കേസ് കൊടുത്താൽ ഉടനെ രജിസ്റ്റർ കിട്ടൂല്ലേ, അങ്ങനെ മാറ്റാമോ? വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെത്തി. വിദ്യാലയം ഒരു കച്ചവട സ്ഥാപനമായി കൂടാ. ലോ അക്കാദമിയുടെ കച്ചവട താല്പര്യങ്ങളും വാണിജ്യ താല്പര്യങ്ങളുമാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി പറയുന്നു, പ്രിൻസിപ്പൽ രാജിവെക്കണം. ഇതാണ് ഇവിടുത്തെ ആവശ്യം. നാളത്തെ തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം 28-ന് ചേരുന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ലോ അക്കാദമി വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും. G ശ്രീജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ജ്യോതികുമാർ ചാമക്കാല, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക്സി തോമസ്, VS മനോജ് കുമാർ, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജനറൽ സെക്രട്ടറിയും ലോ അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. ആര്യ ജോൺ, ലോ അക്കാദമി വിദ്യാർത്ഥിനി, ഇപ്പോൾ ചേരുന്നു. ആദ്യം ജെയ്ക്കിലേക്ക്. കാരണം സമരരംഗത്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ SFI സമരം ചെയ്യുമ്പോൾ എല്ലാവരിലും ഒരു പ്രതീക്ഷ ഉണ്ടാകും, സർക്കാർ ആ സമരത്തിന് നേരെ കണ്ണടക്കില്ല. ലോ അക്കാദമിയിൽ SFI മാത്രമല്ല ASF ഉണ്ട്, മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെയുണ്ട്. ഒറ്റ സമരമാണ്, വ്യത്യസ്ത നിലയിലാണെങ്കിലും എല്ലാവരും സമരരംഗത്താണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ജെയ്ക്കിൻ്റെ ഓർമ്മയിലേക്ക്. ഈ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച് മാറിയ ഒരാൾ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ PM മനോജിൻ്റെ മകളാണ്. ഇന്നലെ അറസ്റ്റ് വരിച്ച് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ഞാൻ 2 കാര്യങ്ങൾ ഓർമ്മിച്ചു എന്ന് മാത്രം. ഇന്ന്
അക്കാദമിയുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീ എൻ നാരായണൻ നായർ പറഞ്ഞത് രാജ്യത്ത് ഒരിടത്തും വിദ്യാർത്ഥികൾ സമരം ചെയ്ത് പ്രിൻസിപ്പളിനെ മാറ്റിയ ചരിത്രമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലും പ്രിൻസിപ്പൽ രാജിവെക്കാൻ ആലോചിക്കുന്നതുമില്ല. SFIയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? പല വ്യാഖ്യാനങ്ങളും അക്കാദമി മാനേജ്മെൻറ്റിന് സംരക്ഷണമുണ്ട്, ഭരണ തണലുണ്ട് എന്നൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം മാറ്റിവെച്ചാൽ SFIയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? പ്രിൻസിപ്പൽ മാറേണ്ടതുണ്ടോ അക്കാദമിയിൽ? അവിടെ ലോ അക്കാഡമിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്രിൻസിപ്പളാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത കൂട്ടക്കുഴപ്പങ്ങളുടെ മൂല കാരണങ്ങളിൽ ഒന്ന് പ്രിൻസിപ്പളാണ്. ആ പ്രിൻസിപ്പൾ തലസ്ഥാനത്ത് നിന്ന് മാറണം എന്ന വിദ്യാർത്ഥി സമരത്തിൻ്റെ മുദ്രാവാക്യം അത് SFIയും അംഗീകരിക്കുന്ന മുദ്രാവാക്യം തന്നെയാണ്. അക്കാര്യത്തൊരു സംശയവുമില്ല. പിന്നെ പ്രിൻസിപ്പളിനെ മാറ്റാൻ വേണ്ടി ലോകത്ത് ഒരിടത്തും സമരം നടന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുന്ന മാത്രമേ ഒരു ചിരി മാത്രമാണ് വരിക. പ്രിൻസിപ്പളിനെ മാറ്റാൻ ലോകത്തൊരിടത്തും സമരം നടന്നിട്ടില്ല. എന്നാൽ കേരള ലോ അക്കാഡമിയിലാണ് ആദ്യത്തെ സമരമെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൾ അത്രമാത്രം കുറ്റാരോപിതയാണെന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. ഒരു സംശയവും വേണ്ട. ഇവിടെ ആരൊക്കെ വിദ്യാർത്ഥി സമരങ്ങളുടെ മുമ്പിൽ ആരൊക്കെ മുട്ടുമടക്കി നമ്മുടെ മുമ്പിൽ നിന്നും രാജിവെച്ച് പിന്തിരിഞ്ഞു പോയ ചരിത്രമുള്ള നാടാണ് നമ്മുടെ നാട്. ലോകത്തെ എത്രയോ രാജ്യങ്ങളുടെ സമര ചരിത്രത്തിൽ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രാജ്യത്തിൻ്റെ ഭരണാധികാരികളും ഒക്കെ സ്ഥാനമൊഴിഞ്ഞു പോയത് വിദ്യാർത്ഥി സമരങ്ങളുടെ മുമ്പിലാണ്. അപ്പോൾ ഒരു പ്രിൻസിപ്പളൊന്നും ഒരു ബാലികേറ മലയോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് അതീതമായി സമരങ്ങൾക്ക് അതീതമായി അവിടെ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാനമൊന്നുമല്ല. വിദ്യാർത്ഥി സമരങ്ങളുടെ മുമ്പിൽ പ്രിൻസിപ്പൽമാരും നിഷ്പ്രയാസം കടപുഴകി പോവുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ലോ അക്കാഡമി ഒരു അപവാദമാകാൻ വേണ്ടി പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ജയ്ക്ക് നോക്കൂ, ഡയറക്ടർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി മാധ്യമങ്ങളോട് പറയുന്നു, അതും ആ ദിവസം ശ്രദ്ധിക്കണം, സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഉപസമിതി അവിടെ എത്തി തെളിവെടുത്ത് വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി പരാതിയുമായി നിൽക്കുമ്പോഴാണ് ആരോപണ വിധേയമായ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ തന്നെ പറയുന്നു പ്രിൻസിപ്പൽ മാറുന്ന പ്രശ്നമില്ല. അപ്പോൾ പിന്നെ വല്ലാത്ത സംശയം തോന്നിയേക്കാം. അത്ര ആത്മവിശ്വാസത്തോടു കൂടി ആ കോളേജ് പറയണമെങ്കിൽ, ഈ സ്വാശ്രയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടയാളാണല്ലോ, ഒരു കോളേജും പറയാത്ത ആത്മവിശ്വാസമാണ് അക്കാദമി കാഴ്ചവെച്ചത്. പരിശോധനകൾ സ്വതന്ത്രമായി നടക്കുന്ന അതേ ദിവസം. ഇല്ല, അതിലിപ്പോൾ നാരായണൻ നായർ സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വളരെ ബഹുമാനമുള്ള നമ്മുടെ നാട്ടിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. ആർക്കും ഒരു സംശയവും വേണ്ട. SFIക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യതിരിക്തമായ നിലപാടൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയൂ. അദ്ദേഹം ആ ലോ അക്കാഡമിയുടെ ഡയറക്ടറായിരിക്കുമ്പോൾ തന്നെ ആ ട്രസ്റ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ ഏറെ കേട്ട് പഴകിയിട്ടുള്ള പണ്ടത്തെ ഒരു ചലച്ചിത്ര സിനിമയിലെ ഡയലോഗ് പോലെ ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങളും എന്ന രൂപത്തിലാണ് അവിടെ ഒരു ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. ആ ട്രസ്റ്റിലെ തീരുമാനത്തിന് എന്തുമാത്രം ജനാധിപത്യ സ്വഭാവമുണ്ട്. അത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അടച്ചിട്ട മുറിയിൽ 3 കുടുംബാംഗങ്ങൾ ചേർന്നെടുക്കുന്ന തീരുമാനം പോലെയാണോ അല്ലയോ എന്നുള്ളത് ഈ നാട്ടിൽ ലോ അക്കാഡമിയെ സംബന്ധിച്ച് പ്രാഥമിക വിവരം ബോധ്യമുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു പ്രസ്താവനയുടെ അവരെ സംബന്ധിച്ച് ജയ്ക്കിന്റെ ഒരു തോന്നലാണ്. അതവിടെ മാറ്റിവെച്ചാൽ തന്നെ അതല്ല പ്രശ്നം. അതല്ല, വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ സ്വതന്ത്രമായ അന്വേഷണം മുന്നോട്ട് പോകണമെന്നൊരു തോന്നലുണ്ടാക്കണമെങ്കിൽ അതിനോട് സഹകരിക്കണം. ആ സഹകരിക്കുന്ന ദിവസവും ഒരു തീരുമാനം, ഞങ്ങളുടെ തീരുമാനം ഇതാണ് എന്ന് പറയാൻ തുനിഞ്ഞാൽ, തയ്യാറായാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിപ്പോൾ നമ്മുടെ ആ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാർത്ഥി സംഘടനകൾക്ക് തങ്ങൾക്ക് അപ്രമാദിത്വം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു പൊതുബോധം നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയൂ. പക്ഷേ ആ വെല്ലുവിളിക്ക് നമ്മുടെ നാടിൻ്റെ ലോ അക്കാഡമിയുടെ സമര ചരിത്രത്തിൽ ഒരു സ്ഥാനവും ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു സംശയവും വേണ്ട. അവിടെ വിദ്യാർത്ഥികളുടെ സമര ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ സമരം ശക്തമായി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. സമൂഹം ഒന്നാകെ മടങ്ങി വരാം താങ്കളിലേക്ക്. ആര്യ, ഇന്നേതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളൊക്കെ ഈ സമരരംഗത്ത് നിൽക്കുന്നവർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആയിരിക്കണം സർവകലാശാല സമിതിക്ക് മുമ്പിൽ പരാതികൾ രേഖാമൂലം എഴുതി നൽകിയിട്ടുള്ളത്. അതേ ദിവസം തന്നെ പറയുന്നു പ്രിൻസിപ്പൽ മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് കോളേജ് ഒരു നിലപാട് കൂടി ഇതേ ദിവസം എടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ആര്യപോലെയുള്ള നിങ്ങൾക്ക് വിദ്യാർത്ഥിനികൾക്കടക്കം തോന്നുന്ന ഒരു വിചാരം എന്താണ്? ഈ സമരത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ മാനേജ്മെൻറ്റ് ഇപ്പോഴും ഒരു കടുംപിടുത്തത്തിൽ തന്നെയാണ്. പ്രിൻസിപ്പലിൻ്റെ നടപടിയോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസമായി 13 ദിവസമായി ഞങ്ങൾ സമരം ചെയ്തിട്ട് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറാവാതിരുന്ന പ്രിൻസിപ്പൽ
ഇന്നലെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി, അതിനുശേഷം ഇന്ന് ഡയറക്ടർ ഇതുപോലൊരു കമൻറ്റ് പറയുമ്പോൾ എത്രത്തോളം അഹങ്കാരം ആ ഒരു വാചകത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നോക്കണം. ഒരു അന്വേഷണ കമ്മീഷൻ ഇന്ന് വന്ന് ആ എൻക്വയറി കമ്മിറ്റി തെളിവെടുപ്പും മൊഴിയും എടുക്കുന്ന അതേ ദിവസം തന്നെ അതിൻ്റെ റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ രാജിവെക്കില്ല എന്ന് പറയുന്നത് എത്രത്തോളം അഹങ്കാരം നിറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണത്തിൽ അതായത് ഈ അന്വേഷണത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ? അവരെങ്ങനെയാണ് നിങ്ങളോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞത്? നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്? രേഖാമൂലം എഴുതി കൊടുക്കുകയായിരുന്നോ? ഉന്നയിച്ച പ്രധാനപ്പെട്ട പരാതികളായി പറഞ്ഞതെന്താണ് ഈ ഉപസമിതിക്ക് മുമ്പിൽ? ഞങ്ങൾ പെൺകുട്ടികൾ കൂടുതലും ഞങ്ങളുടെ പെൺകുട്ടികളുടെ ഒരു മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള പ്രിൻസിപ്പളിൻ്റെ കാര്യങ്ങൾ, ആലിഗേഷൻസ് ഞങ്ങൾ ഇന്ന് പെറ്റീഷൻ്റെ രൂപത്തിൽ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ഇൻറ്റേർണൽ മാർക്കിൻ്റെ വിഷയങ്ങൾ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളുടെ സമാന്തര ഭരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങൾ പേപ്പറിൽ തന്നെയാണ് പ്രസൻറ്റ് ചെയ്തത്. ഇന്നത്തെ എൻക്വയറി കമ്മിറ്റിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന് എനിക്ക് തോന്നിയത് അവർ ശരിക്കും വിശദമായി ഞങ്ങളുടെ പരാതികൾ കേൾക്കുകയും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത് എത്രത്തോളം ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നാലേ അതിനുള്ള ഉത്തരം എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ അവർ നടത്തിയ പ്രൊസീജിയറിലും ഞങ്ങളോട് വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്താണ് ഒരു ചെറിയ സംശയം അപ്പോഴും ബാക്കി വെക്കുന്നത്? ആര്യ, എന്തുകൊണ്ടാണ് ഒരു ചെറിയ സംശയം ബാക്കി വെക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞോളൂ. അത് തികച്ചും ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് സംശയം ഞങ്ങൾ മുന്നിൽ വെക്കുന്നു എന്നുള്ളത്. കാരണം ഞങ്ങളുടെ അനുഭവം കൊണ്ട് തന്നെയാണ് ആ സംശയം ഞങ്ങൾ മുന്നിൽ വെക്കുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കും പല സ്ഥലങ്ങളിൽ നിന്ന്, പല നേതാക്കന്മാരിൽ നിന്ന്, പല പ്രസ്ഥാനങ്ങൾ ഭാഗത്തു നിന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ള, അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറുപടി, അതിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ് ഇവർക്ക് എത്രത്തോളം അത് പറയാതെ മുന്നോട്ട് പോകാനും ആവില്ല. ആര്യ നോക്കൂ, ആര്യ, ഈ നേരത്തെ ജയ്ക്ക് സംസാരിച്ചല്ലോ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ചല്ലോ. നിങ്ങളിപ്പോൾ ഒരു നേതാവിനെ പോയി കാണുന്നുവെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ആളുകളെ ആയിരിക്കുമല്ലോ കണ്ടിട്ടുണ്ടാവുക. സംഘടനകളെ കാണുക എന്ന് പറഞ്ഞാലും ഏതാണ്ട് അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ആരെയാണ് കണ്ടത്? ആരെയാണ് കാണാൻ കഴിയാതെ പോയത്? പറയൂ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ പേരോ ഒരു പാർട്ടിയുടെ പേരോ എടുത്ത് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് കുറേയധികം നേതാക്കന്മാരെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. കുറേയധികം സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. ഈ ഒരു അവസരത്തിൽ എനിക്ക് അതിനോട് പ്രതികരിക്കാൻ തോന്നുന്നില്ല. ഏത് നേതാക്കന്മാരെ കണ്ടു, എവിടെ നിന്ന് പ്രതികരണം കിട്ടിയില്ല എന്നുള്ളത് എനിക്ക് പ്രതികരിക്കാനാവില്ല. ഏതായാലും ആ പറഞ്ഞതിലൊരു ധ്വനി അടങ്ങിയിരിക്കുന്നു. ഏതായാലും ഈ കമ്മീഷന്റെ തീരുമാനം വരട്ടെ, അല്ലെങ്കിൽ ഉപസമിതിയുടെ തീരുമാനം വരട്ടെ എന്ന് വളരെ തന്ത്രപരമായ ഒരു സമീപനമാണ് ആര്യ അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആര്യയിലേക്ക് മടങ്ങി വരാം. ഇവിടെ ജ്യോതികുമാർ ചാമക്കാല, ഒരുപാട് പരാതികളുണ്ട്. ആദ്യം ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട പരാതിയിലേക്ക് ആദ്യം വരാം. കോളേജിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യോഗ്യതയെ സംബന്ധിച്ച്, അഫിലിയേഷനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. സർക്കാർ പാട്ടഭൂമി കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെയുള്ള ആക്ഷേപങ്ങൾ, ക്രമക്കേട് പോലെയുള്ള ആക്ഷേപങ്ങളൊക്കെ, അതിലേക്ക് വരാം. ഈ കേസിൽ ഇപ്പോൾ സർവകലാശാല ഉപസമിതി, സിൻഡിക്കേറ്റ് ഉപസമിതി, താങ്കൾ ഒരു സിൻഡിക്കേറ്റ് അംഗമാണല്ലോ, ഉപസമിതിയാണ് പോയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ പ്രശ്നം മാത്രമേ അപ്പോഴും പരിശോധനയ്ക്ക് വരുന്നുള്ളൂ. ആ കുട്ടികൾക്കടക്കം ഒരു ചെറിയ സംശയം ഇപ്പോഴും ബാക്കിയുണ്ട്. കാര്യങ്ങൾ നന്നായി നടക്കുമോ? ഒന്ന്. രണ്ട്, ഈ ഉപസമിതിയിലെ ചില അംഗങ്ങൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. വലിയൊരു വിവാദം കത്തി നിൽക്കുമ്പോൾ ആ വിവാദത്തെ ഒന്ന് തണുപ്പിക്കാൻ, കുട്ടികളെ ശാന്തരാക്കാൻ മാത്രമാണ് സർവകലാശാല ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും എങ്കിൽ സർവകലാശാലയും വില നൽകേണ്ടി വരും. ശരത്ത്, ഇതിനകത്ത് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന് തുറന്ന സമീപനമാണുള്ളത്. ഈ കുട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ആവശ്യം തികച്ചും ന്യായമാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ ഈ കമ്മിറ്റിയിലെ അംഗമല്ലാത്തതുകൊണ്ട് തന്നെ തുറന്ന അഭിപ്രായം പറയുന്നതിന് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അംഗമാകാത്തതും. ഈ കുട്ടികൾക്ക് അത് മാത്രമല്ല, ഇതിലൊരു കക്ഷി കൂടിയാണ്. അത് പിന്നാലെ നമുക്ക് വരാം. കക്ഷി കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ലക്ഷ്മി നായർ അടക്കം ആക്ഷേപിക്കുന്നത് അവരോട് താങ്കൾക്കാണ് വലിയ പകയുള്ളത്, താങ്കളാണ് ഇതിന് പിന്നിൽ. ഒന്ന്. തിരിച്ച് താങ്കളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിലുള്ളൊരു കുടിപ്പകയുടെ ഒരു കഥ ഇതിലെവിടെയോ ഉണ്ട്. നിങ്ങളുടെ BEd കോളേജിന് നേരെ അവർ നീങ്ങുന്നു, അവരാണ് അതിന് പിന്നിലെന്ന് ഒരു ആക്ഷേപം പലപ്പോഴും ജ്യോതികുമാറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അവർക്ക് നേരെ തിരിയുന്നത് താങ്കളാണെന്ന് അവരും പറയുന്നു. അത്തരമൊരു കുടിപ്പകയുടെ പ്രശ്നമുണ്ട്. അത് പറയാതെയും സ്പർശിക്കാതെയും നമുക്ക് പോകാനുമാകില്ല. ശരത്ത്, അത് പറയുമ്പോൾ അതൊരു ഭാഗം അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാം.
എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന ലക്ഷ്മി നായരുമായി ഇന്ന് വരെ നേരിട്ടോ ഫോണിലോ മുഖത്തോട് മുഖമോ സംസാരിച്ചിട്ടേയില്ല. ജ്യോതികുമാർ ഒരു തർക്കത്തിന് നേരിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ആദ്യം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നത്തിലേക്ക് വരാം. എനിക്ക് ഇതിനകത്ത് ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാനൊരു സിൻഡിക്കേറ്റ് അംഗമാണ്, ഞാൻ KPCയുടെ ഒരു ഭാരവാഹിയാണ്. എനിക്കിതിനകത്ത് ആരെയും വ്യക്തിപരമായി കാണേണ്ട കാര്യമേ ഇല്ല. ഞാൻ 2010 സിൻഡിക്കേറ്റിൽ വന്നയാളാണ്. 2010 സിൻഡിക്കേറ്റ് വന്നതിന് സെനറ്റിലും സിൻഡിക്കേറ്റിലും വന്നതിന് ശേഷം ഇപ്പോഴും തുടരുന്നു. സെനറ്റിൽ വന്നതിന് ശേഷവും സിൻഡിക്കേറ്റിൽ വന്നതിന് ശേഷവും സ്വാഭാവികമായും ശ്രീ നാരായണൻ നായർ സാറിൻ്റെ കുടുംബത്തിന് അംഗത്വമില്ലാത്ത ആദ്യത്തെ സിൻഡിക്കേറ്റാണത്. 50 വർഷമായി സെനറ്റിലും സിൻഡിക്കേറ്റിലും അംഗമായി തുടർച്ചയായി അദ്ദേഹം തന്നെ 50 വർഷം സെനറ്റിൽ ഇരുന്നിട്ടുണ്ട്. സിൻഡിക്കേറ്റിൽ അദ്ദേഹം 2 ടൈം കഴിയുമ്പോൾ മാറിക്കൊടുക്കും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗം പകരം വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുപ്രീമസി നഷ്ടപ്പെട്ടതിന് ശേഷമാണ്, അതിന് പകരമാണ് ഞാൻ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തീർച്ചയായും ജ്യോതികുമാർ പലതവണ പല ചർച്ചകളിലും ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് നമുക്ക് ഏതായാലും ഇന്നത്തെ യൂണിവേഴ്സിറ്റി ഉപസമിതി, സിൻഡിക്കേറ്റ് ഉപസമിതി, അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ആര്യ പ്രകടിപ്പിച്ച സംശയം അടക്കം ദൂരീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. തീർച്ചയായും ഞാൻ എൻ്റെ സഹപ്രവർത്തകരായ 9 പേരാണ് സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി അംഗങ്ങളായിട്ട് അവിടെ പോയിരിക്കുന്നത്. അവർ തീർച്ചയായും അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന സിൻഡിക്കേറ്റ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം തീർച്ചയായും അവരുടെ റിപ്പോർട്ടിൽ പ്രതിഫലിക്കും. അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായി അവർ വിലയിരുത്തും. അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. സിൻഡിക്കേറ്റ് പക്ഷേ ചില സംശയങ്ങൾ നേരത്തെ ആര്യ പ്രകടിപ്പിച്ചതേ ഉള്ളൂ, തുറന്നു പറഞ്ഞില്ല. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ ഈ അംഗങ്ങളിൽ ചിലർ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അത് അവരുടെ ഒരു ന്യൂനതയല്ല. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ടിനെയും പ്രവർത്തനത്തെയും സ്വാധീനിച്ചേക്കാമോ? ഞാൻ പേരൊന്നും പറയുന്നില്ല, താങ്കൾക്കും പേര് നന്നായി മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഒന്ന്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു വാർത്ത അല്പം രസകരമായി തോന്നി. ആവശ്യമെങ്കിൽ കോളേജിൻ്റെ രേഖകൾ പരിശോധിക്കും. ആർക്കാവശ്യമുണ്ടെങ്കിൽ അല്ല ശരത്ത്, ഇതിനകത്ത് എനിക്ക് എൻ്റെ സഹപ്രവർത്തകരെ പരിപൂർണ്ണ വിശ്വാസമാണ്. ഞങ്ങൾക്ക് സിൻഡിക്കേറ്റിന് ഒറ്റ തീരുമാനമേ അവസാനം ഉണ്ടാവുകയുള്ളൂ. 28-ാം തീയതി കൂടുന്ന സിൻഡിക്കേറ്റിൽ ഈ പോയിരിക്കുന്ന ഉപസമിതി അംഗങ്ങൾ വയ്ക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. ആ ചർച്ചയിൽ ഞങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റായി ഈ വിഷയത്തിൻ്റെ ഗൗരവം പരിപൂർണമായി ഉൾക്കൊണ്ട് തന്നെ ഇതിനകത്തൊരു തീരുമാനമുണ്ടാകും. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു പരിമിതിയായി നേരത്തെ നാരായണൻ നായർ സാർ പറഞ്ഞതുപോലെ ലോകത്തൊരിടത്തും വിദ്യാർത്ഥികൾ സമരം ചെയ്ത് പ്രിൻസിപ്പലിനെ മാറ്റിയ ചരിത്രമില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അത്തരമൊരു തെറ്റായ കീഴ്വഴക്കത്തിന് സിൻഡിക്കേറ്റിന് നിൽക്കാനും ആകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം കാര്യം അറിയാഞ്ഞിട്ടൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം മനഃപൂർവ്വമായ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് വേണം കരുതാൻ. കാരണം 90കളിൽ ഡോക്ടർ JV വെളനിലം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. സർക്കാർ ഇടപെട്ട് മാറ്റി നിർത്തിയിട്ട് അന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം കുറ്റവിമുക്തനായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അതേ മാനദണ്ഡം ഇവിടെ ഉപയോഗിക്കാം. അന്നും സെനറ്റിലും സിൻഡിക്കേറ്റിലും ഉണ്ടായിരുന്ന ആളാണ് നാരായണ സാർ. അപ്പോൾ ഒരു പ്രിൻസിപ്പളാണോ വലുത്, ഒരു VC ആണോ വലുത്? VC ഓർമ്മയുണ്ട്, താങ്കൾ പറഞ്ഞത് നന്നായി. അദ്ദേഹം അത് ഓർക്കാതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. അവിടെ അദ്ദേഹത്തിന് അന്ധമായ പുത്രീവാത്സല്യമാണ് അവിടെ ഉണ്ടായത്. അതിൽ നിന്നുണ്ടായ ഇതുകളാണ്. അദ്ദേഹത്തെ കൊണ്ട് അത് പറയിക്കുകയാണെന്ന് വേണം വിശ്വസിക്കാൻ. അദ്ദേഹത്തിന് ഇതിൻ്റെ എല്ലാ ന്യായങ്ങളും അറിയാം. അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ അർത്ഥവുമില്ല. അദ്ദേഹം ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. അദ്ദേഹത്തിന് അവരാരെയും തള്ളിപ്പറയാൻ കഴിയുന്നില്ല. യൂണിവേഴ്സിറ്റി സർവകലാശാല ചട്ടപ്രകാരം താങ്കൾ ആ ഉപസമിതിയിൽ അംഗമല്ലാത്തതുകൊണ്ട് എനിക്ക് ചോദിക്കാം, താങ്കൾക്ക് പറയാം. തീർച്ചയായും. അതായത് ഉപസമിതിക്ക് അവരുടെ മുമ്പിൽ വരുന്ന വിവരങ്ങൾ ഏറെക്കുറെ തെളിവുപരമായി തന്നെ വിദ്യാർത്ഥികളുടെ പരാതികളെ പരിഗണിച്ചത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ കഴിയുന്ന നടപടികൾ? ഒന്ന്, പ്രിൻസിപ്പലിനെ നീക്കം ചെയ്യണം എന്ന് കോളേജ് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടാൻ കഴിയും എന്നതാണോ ഒരു നിയമം, അതോ മറ്റേതെങ്കിലും തരത്തിലാണോ? എന്താണ് നടപടിക്രമം? അല്ല, ഇതിനകത്ത് പ്രിൻസിപ്പലിനെ നിയമിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക സ്റ്റാറ്റസ് ഉള്ള ഒരു കോളേജാണിത്. കേരളത്തിലെ ഏക പ്രൈവറ്റ് കോളേജാണ് കേരള ലോ അക്കാഡമി. അവിടുത്തെ ചില അധ്യാപകർക്ക് ഈ ഡോക്ടർ ലക്ഷ്മി നായർ ഉൾപ്പെടെയുള്ളവർക്ക് കേരള യൂണിവേഴ്സിറ്റി അവരുടെ അപ്പോയിൻമെൻറ്റിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അതിൽ നിന്നൊക്കെ പിൻവലിക്കുക, അതല്ല ഇവിടുത്തെ വിഷയം. അവരെ സംബന്ധിച്ച് മാനേജ്മെൻറ്റാണ് പ്രിൻസിപ്പളിനെ നിയമിച്ചിരിക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരെ പിൻവലിക്കാനുള്ള അവകാശം മാനേജ്മെൻറ്റിന് മാത്രമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അതുകൊണ്ട് സർവകലാശാലയ്ക്ക് അതിനൊക്കെ അപ്പുറമായി ചില നടപടികൾ എടുക്കാൻ സർവകലാശാലയ്ക്ക് അവകാശമുണ്ട്. എങ്ങനെ? സർവകലാശാല കൊടുത്തിരിക്കുന്ന അഫിലിയേഷൻ വിഡ്രോ ചെയ്യുന്നതിനോ സസ്പെൻഡ് ചെയ്യുന്നതിനോ സർവകലാശാലയ്ക്ക് ആരും മടിയുമില്ല. ഇത്തരം കാര്യങ്ങൾ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഞാൻ മുൻവിധിയോട് പറയല്ല, അന്വേഷണത്തിൽ കാണുന്ന തെറ്റിൻ്റെ ഗൗരവം അനുസരിച്ച്, അതായത് തെറ്റ് കണ്ടെത്തിയാൽ, സാധ്യതകൾ മാത്രം നമുക്ക് സംസാരിക്കാം, തെറ്റുണ്ട് എന്ന് കണ്ടെത്തിയാൽ സർവകലാശാലയ്ക്കും എന്തു ചെയ്യാനാകും? സർവകലാശാലയ്ക്ക് തെറ്റിൻ്റെ ഗൗരവം അനുസരിച്ച് ഈ പ്രിൻസിപ്പളിനെ മാറ്റി നിർത്താൻ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടാം. പ്രിൻസിപ്പളിനെ മാറ്റി നിർത്താൻ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടാൻ സർവകലാശാലയ്ക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാം. ഇതിനപ്പുറമായി എപ്പോഴും പ്രിൻസിപ്പലിനെ നിയമിക്കുക എന്നുള്ള ഒരു പ്രൈവറ്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ അവകാശമാണ്. മാനേജ്മെന്റ് അതിന് തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും. അഫിലിയേഷൻ കൈവെക്കേണ്ടി വരും. രണ്ട്, സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാവും? അങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ, ഒരു പ്രശ്നം രൂപപ്പെട്ടു വന്നാൽ
എന്തു ചെയ്യാനാകും? സർക്കാരിന് ഇപ്പോൾ മലാപ്പറമ്പ് സ്കൂളിൽ പൂട്ടും എന്ന് പറഞ്ഞപ്പോൾ എന്താ സർക്കാർ ചെയ്തത്? ഏറ്റെടുക്കാൻ ശ്രമിച്ചു. കോടതി എവിടെയാണെന്നത് അത് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ അത് സർക്കാരിനെ ഇതിന്റെ മറുവശം ഉണ്ടല്ലോ. ഒരു വശം മാത്രമല്ല, ഈ അന്വേഷണ സമിതി കണ്ടെത്തുകയാണ് ആ കോളേജിൽ ഈ പറഞ്ഞതൊന്നും ഒരു പ്രിൻസിപ്പലിനെ മാറ്റാൻ മാത്രം പാകത്തിനുള്ള പ്രശ്നങ്ങളില്ല എന്നാ ഉപസമിതിക്ക് തോന്നിയാലോ? അത് അപ്പോഴല്ലേ. ഇപ്പോൾ ഞാൻ സാധ്യത കണ്ടെത്തുമ്പോൾ ജ്യോതികുമാർ ഒരു സാധ്യതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സാധ്യത കാണാതെ ഞാൻ പറയാം. ഉപസമിതി അത് നമ്മൾ ഈ കുട്ടികളെ ചെറുതായി കാണുന്നതിന് തുല്യമാണ്. ഞാനൊരു സിൻഡിക്കേറ്റ് അംഗമാണെങ്കിൽ പോലും ഞാൻ ആ കമ്മിറ്റിയിൽ അംഗമല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് മറുപടി പറയുന്നതിന് ഒരു മടിയുമില്ല. ഞാൻ ചോദിക്കട്ടെ, ആ കോളേജിലെ ഒരു കുട്ടി പോലും ഇതിന് എതിരായി പറയുന്നില്ല. ഇന്നലെ പത്രസമ്മേളനത്തിൽ ഡോക്ടർ ലക്ഷ്മി നായർ പറഞ്ഞാൽ എല്ലാവരും വളരെ ചുരുക്കം പേരെ ഉള്ളത്. ഇന്ന് ഈ കുട്ടികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവിടെ പോയ മുഴുവൻ ആളുകളും ഈ പ്രിൻസിപ്പളിനെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മുഴുവൻ ആളുകളെ അവിശ്വാസത്തിലെടുക്കണോ അതോ പ്രിൻസിപ്പളിനെ അവിശ്വാസത്തിലെടുക്കണോ? ഇതൊക്കെ വരുന്ന ദിവസങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. നമുക്കൊന്ന് അതിലേക്ക് മടങ്ങി വരാം. ശ്രീ മനോജ് കുമാർ, ലോ അക്കാദമിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇപ്പോഴത്തെ ആ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു? അവിടെ മുൻപുണ്ടായിരുന്ന ആ ഒരു അധ്യാപക വിദ്യാർത്ഥി സൗഹൃദവും ബന്ധവും നഷ്ടപ്പെട്ടു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ലക്ഷ്മി നായർ തന്നെ, പ്രിൻസിപ്പൽ തന്നെ ഇന്നലെ പറഞ്ഞത് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും പരിപൂർണ സ്വാതന്ത്ര്യമുള്ള ഒരു ക്യാമ്പസ്. ആ ക്യാമ്പസിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമരത്തിന് പോകുന്നു, വിദ്യാർത്ഥിനികളടക്കം സമരരംഗത്ത്. ഈ നിലയിൽ വളരെ കൃത്യമായി വിദ്യാർത്ഥികൾ ഒറ്റപ്പെടുത്തുകയാണ്, പ്രിൻസിപ്പലിനെ തുറന്നെതിർക്കുകയാണ്. അത് ഗൗരവതരമായ ഒരു സാഹചര്യം ആ കോളേജിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയല്ലേ? കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന അഭിമാനമായ ഒരു കോളേജാണ് ലോ അക്കാദമി ലോ കോളേജ്. ആ ലോ അക്കാദമി ലോ കോളേജിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് നിയമപഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയ ഒരു വിദ്യാർത്ഥി ആയിരുന്നു ഞാൻ. എന്നെ സംബന്ധിച്ച് ലോ അക്കാദമി ലോ കോളേജിൽ അന്നും ഇന്നും സംഘടനാ പ്രവർത്തനത്തിന് പരിപൂർണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കോളേജായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും ആ കോളേജിൽ ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നു വരികയാണ്. പക്ഷേ മാനേജ്മെന്റിന് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മനോഭാവം ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മാനേജ്മെൻറ്റിന് പ്രശ്നം പരിഹരിക്കാൻ ഉള്ള മനോഭാവമില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സർക്കാർ തന്നെ മുന്നോട്ട് വന്ന് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുല കണ്ടെത്തണം. ഒരു പറ്റം പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയമാണത്. അവിടെ സമരം നടത്തുന്നവരും അല്ലെങ്കിൽ സമരത്തിന് ആധാരമായി വരുന്ന മാനേജ്മെൻറ്റിൻ്റെ ആളുകളാണേലും അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷിൻ്റെ പേരിൽ കുട്ടികളുടെ ഭാവി തുലയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഗവൺമെൻറ് തന്നെ മുന്നിട്ടിറങ്ങണം. അതുപോലെ തന്നെ ഇവിടെ സമരരംഗത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ ഏറ്റവും വലിയ ആശങ്ക ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പൽ തുടർന്നാൽ അവർക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് വഴി ലഭിക്കേണ്ട മാർക്കുകൾ തീർച്ചയായിട്ടും അവർക്ക് വെട്ടിക്കുറച്ച് അവർക്ക് കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞ രീതി കേരളത്തിലെ മുഴുവൻ സ്വാശ്രയ മാനേജ്മെൻറ്റുകളിലും പ്രൈവറ്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഒക്കെ നടക്കുന്നതാണ്. ഈ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് സർവകലാശാലകളും ഗവൺമെൻറ്റും വളരെ ഗൗരവമായി പരിശോധിക്കുകയും അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുകയും വേണം അത്തരം എന്നാണ് ശുപാർശകളും അത്തരം നിരീക്ഷണങ്ങളും ഒരുപക്ഷെ മനോജ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വരട്ടെ. ആര്യ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രിൻസിപ്പൽ പറയുന്നത് അതെല്ലാം അധ്യാപകരാണ് ചെയ്യുന്നത്, അവർക്കൊരു റോളും അക്കാര്യത്തിൽ ഒന്നുമില്ല. പൂർണ്ണമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ഫ്രഷേഴ്സ് ഡേ എന്ന് പറയുന്നത് പൊതുവായി ക്യാമ്പസിനുള്ളതല്ല, ഓരോ പാർട്ടിക്കും ഫ്രഷേഴ്സ് ഡേ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ പാർട്ടികളെല്ലാം, വിദ്യാർത്ഥി സംഘടനകളെല്ലാം പ്രിൻസിപ്പലിനെതിരാകുന്ന നിലയിൽ സമരം ചെയ്തു. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, അതുപോലെ തന്നെ ഹോസ്റ്റലിലെ പീഡനം, ജാതീയമായ അധിക്ഷേപം, ഹോസ്റ്റൽ CCTV പ്രശ്നം, ഇതെല്ലാം ഉന്നയിക്കുന്നുണ്ടല്ലോ. പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഇതെല്ലാം നിങ്ങൾ പറയുന്നു. പക്ഷേ ഇതിനൊക്കെ 4 വരി പരാതിക്കപ്പുറത്തേക്ക് ഒരു ഉപസമിതിക്ക് ബോധ്യപ്പെടുന്ന നിലയിൽ തെളിവുപരമായി തന്നെ ഇപ്പോൾ മൂട്ട് കോർട്ടിലും അടക്കം പണം പിരിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ പലയിടത്തും വന്നിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ പരമാവധി തെളിവ് സമാഹരിച്ചു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ടോ വിദ്യാർത്ഥികൾക്ക്, സംഘടനകൾക്ക്? ഞങ്ങൾ ഇന്ന് ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഓരോരുത്തരുടെ പേഴ്സണൽ അലിഗേഷൻസിന് ഞങ്ങൾക്ക് ആ കമ്മിറ്റിയെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിച്ചിരുന്നു. അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഇൻറ്റേർണൽ മാർക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, സുതാര്യമാണ്, ഇവിടെ ഒരു വിഭാഗം കുട്ടികൾക്ക് മാത്രമായിട്ട് ഇൻറ്റേർണൽ മാർക്ക് കൂട്ടി കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ കയ്യിലുള്ളത് മാമിൻ്റെ മകൻ്റെ കാമുകി എന്ന് പറയപ്പെടുന്ന കുട്ടിയുടെ മാർക്കാണ്. ഇവിടെ ഫസ്റ്റ് സെമസ്റ്ററിൽ ആ കുട്ടിക്ക് കിട്ടിയിരുന്നത് 5 വിഷയങ്ങളിലായി 16, 14, 17, 16, 16 എന്നുള്ള മാർക്കുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്.
ആ സമയത്ത് ഈ റിലേഷൻഷിപ്പ് ഇവിടെ അപ്രൂവ് ചെയ്തിട്ടില്ല. ഇത് ആർക്കും അറിയാത്തൊരു ബന്ധമായിരുന്നു. പിന്നീട് 6th സെമ്മിലേക്ക് വരുമ്പോൾ ഈ 5 വിഷയങ്ങൾക്കും 19 മാർക്കാണ് ഈ കുട്ടിക്ക് കിട്ടിയത്. അതായത് 14, 16, 17 എന്നുള്ള മാർക്ക് നേരെ 19 മാർക്കിലേക്ക് കടക്കുകയാണ്. ഇവിടുത്തെ CCTV വിഷ്വൽസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, BA ക്ലാസ്സിൻ്റെ 4th BA ക്ലാസ്സിൻ്റെ CCTV വിഷ്വൽസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഒരു ക്ലാസ്സിൽ പോലും ഈ പറയുന്ന കുട്ടി അറ്റൻഡ് ചെയ്തിട്ടില്ല, ഒരു സെമിനാർ പോലും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഇൻറ്റേർണൽ പേപ്പറിൻ്റെ എക്സാമുകളിൽ 3ഓളം എക്സാമുകൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് ഈ മാർക്കുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നത്? ഇത്രയും മാർക്കുകൾ കിട്ടിയിട്ട് പോലും ഫസ്റ്റ് സെമസ്റ്ററിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിന് പോലും പാസ്സാവാത്ത വിദ്യാർത്ഥിനിയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെ അധികൃതർക്കും മനസ്സിലാക്കാൻ സാധിക്കാവുന്നതാണ്. ഈ കുട്ടിയുടെ ഒരാളുടെ മാർക്ക് ലിസ്റ്റ് മാത്രമല്ല, ഇതിൻ്റെ കൂടെയുള്ള പല കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റുകൾ പരിശോധിക്കാൻ ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഇൻറ്റേർണൽ മാർക്കിൻ്റെ വേരിയേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് പറഞ്ഞു, ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മാഡം പറയുകയുണ്ടായി ടീച്ചേഴ്സാണ് ഈ കാര്യങ്ങൾ ഇടപെടുന്നതെന്ന്. ഇന്നലെ ഞങ്ങളുടെ സ്നേഹമുള്ള ടീച്ചേഴ്സും ഇന്നലെ ഈ പത്രസമ്മേളനത്തിലുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ടായി. മാം ഇന്നലെ പറഞ്ഞു കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനാണ് ഇരിക്കുന്നത്, പ്രിയപ്പെട്ട അധ്യാപകരാണ്. ശരിയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ തന്നെയാണ് അവർ. ഞങ്ങൾ ഒരു നിമിഷം പോലും ഞങ്ങളുടെ അധ്യാപകർ ശരിയാണ്, അവർക്ക് ഈ മാനേജ്മെൻറ്റാണ് പണം നൽകുന്നത്, സാലറി നൽകുന്നത്, അവർക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് ജീവിക്കണം, ശരിയാണ്. പക്ഷേ ഒരു നിമിഷം ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇക്വാളിറ്റിയും ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഒന്നും അവർ അവിടെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ കുട്ടികളെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെയാണ് ഞങ്ങളുടെ അധ്യാപകരെല്ലാവരും അവിടെ ഞാൻ ആര്യയിലേക്ക് മടങ്ങി വരാം. ആര്യ ഇന്നിത് പറയുമ്പോൾ കൂടുതൽ പ്രസക്തമാണ്. കാരണം ഒരു ഉപസമിതിക്ക് മുമ്പാകെ രേഖാമൂലം പരമാവധി തെളിവുകൾ സമാഹരിച്ച് വിവരങ്ങൾ കൈമാറിയ ശേഷമാണ് ആ വിദ്യാർത്ഥിനി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. ജയിക്കിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ, അറിയിക്കട്ടെ. ലോ അക്കാദമി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തിനായി ലക്ഷ്മി നായർ അടക്കമുള്ള ആളുകളെ ഞങ്ങൾ സമീപിച്ചിരുന്നു. അത്തരം ഒരു ചർച്ചയ്ക്കുള്ള ഒരു അവസ്ഥയിലല്ല തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുകയായിരുന്നു എന്നതുകൂടി പ്രേക്ഷകർ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ആര്യ സൂചിപ്പിച്ചതുപോലെ ഇന്നലത്തെ വാർത്താ സമ്മേളനമാണ് ഈ പ്രശ്നത്തിൽ ആധികാരികമായി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിശദീകരണം. ലക്ഷ്മി നായരുടെ ഭാഗത്തു നിന്ന് കോളേജ് പ്രിൻസിപ്പൽ, അതിൽ ഇപ്പോൾ ആര്യ സൂചിപ്പിച്ച പ്രശ്നങ്ങൾ, പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുമൊക്കെ വലിയ സ്വാതന്ത്ര്യമുള്ളൊരു ക്യാമ്പസ് എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നടത്തുന്ന നടപടികളെല്ലാം വിദ്യാർത്ഥി വിരുദ്ധമാണ്, കോളേജ് വിരുദ്ധമാണ്, ഒരു തരത്തിലും പൊതുസമൂഹം ഏറ്റെടുക്കരുത് എന്നാണ് വിശദീകരിച്ചത്. അത് യഥാർത്ഥത്തിൽ പലരുടെയും പ്രതികരണത്തിന് ഒരുപക്ഷെ ഗുണം ചെയ്തേക്കാം. ലക്ഷ്മി നായർ കോളേജ് പ്രിൻസിപ്പൽ ഇന്നലെ പറഞ്ഞ ചില വാചകങ്ങൾ നോക്കാം. അക്കാഡമിക് ഇയറിൻ്റെ ഞങ്ങളുടെ അക്കാഡമിക് കാലണ്ടർ പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര സെമിനാറുകൾ നടന്നിട്ടുണ്ട്, എത്ര നാഷണൽ സെമിനാർസ്, എത്ര എന്താ പറയുക വർക്ക്ഷോപ്സ്, പിന്നെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ ലെക്ചേഴ്സ് സീരീസ് ഞങ്ങൾ തുടങ്ങി വെച്ചു. ഇങ്ങനെ ഒരുപാട് അക്കാഡമിക് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ അതിനെല്ലാം രേഖകളുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുകൂടാതെ ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം, വർഷം തോറും നടക്കുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്, അതുകൂടാതെ അത് കഴിഞ്ഞിട്ടുള്ള കലാപ്രവർത്തനങ്ങൾ, 1 മാസം നീണ്ടു നിൽക്കുന്ന വിമൻസ് ഡേ ഉൾപ്പെടെയുള്ള കോളേജ് യൂണിയൻ്റെ ആക്ടിവിറ്റീസ്, ഇതെല്ലാം വളരെ നന്നായി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് അവിടെ സ്വാതന്ത്ര്യമില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത്. ആൺ പെൺ സൗഹൃദങ്ങൾ അനുവദിക്കാറില്ല എന്ന് പറയുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ഒരുപോലെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കോളേജാണിത്. പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ആര്യ, 2 വാചകത്തിൽ നിങ്ങൾ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രിൻസിപ്പൽ ഇന്നലെ പറഞ്ഞത്. എല്ലാ സ്വാതന്ത്ര്യവും വളരെ അഭിമാനകരമായി ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. മാഡം പറഞ്ഞത് ശരിയാണ്. ഇവിടെ വളരെയധികം കോമ്പറ്റീഷൻസ് നടത്താറുണ്ട്, സെമിനാറുകൾ നടത്താറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് വന്ന് നോക്കുക തന്നെ ചെയ്യണം. അതായത് ഇവിടെ പലപ്പോഴും സെമിനാർ നടത്തുമ്പോഴും പല പരിപാടികൾ നടത്തുമ്പോഴും കുട്ടികളെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ സമയങ്ങളിൽ ഞങ്ങളുടെ ഹോസ്റ്റലേഴ്സിനെ കമ്പൽസറിയായി 2500 രൂപ വരെ ഫീസും വാങ്ങി സ്പേസിലൂടെ ഒരു സെമിനാറിന് വരെ ഞങ്ങൾ ഇരുത്തിയിട്ടുണ്ട്. ഈ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത്ര വർഷം ഇത്ര പരിപാടികൾ ഇവിടെ കണ്ടക്ട് ചെയ്തു, ഇത്ര സെമിനാർ കണ്ടക്ട് ചെയ്തു എന്ന് ഒരു കണക്കുണ്ടാക്കുക എന്നുള്ള മാത്രമാണ്. അല്ലാതെ ഒരു വളരെ ചുരുക്കം വാക്കുകളിൽ ഒരു ഇടവേളയിലേക്ക് പോകും മുമ്പ് കോളേജിന്റെ വിശദീകരണം പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ മുമ്പിലുണ്ട്.
അതിൻ്റെ വിദ്യാർത്ഥികൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ് ആര്യ സൂചിപ്പിച്ചത്. ഉപസമിതി ഇതെല്ലാം പരിശോധിച്ച് ഒരു തെളിവെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മനസ്സിലാക്കുന്നത് എന്താണ്? SFI അടക്കം മുന്നോട്ട് വെച്ച ഒരു യാഥാർത്ഥ്യം ജെയ്ക്കിൻ്റെ മുമ്പിൽ ഉണ്ടാകുമല്ലോ. ഇതിൽ ശ്രീ ശരത്ത് ഒരു സംശയവും വേണ്ട. പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നത് ശുദ്ധ അസംബന്ധമാണ്. ആ കലാലയങ്ങളിൽ നടത്തുന്ന വിദ്യാർത്ഥി സമരം, ഇപ്പോൾ നമ്മൾ സ്വാശ്രയ സമരത്തിൻ്റെ പടിവാതിൽക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതൊരു ബ്ലൂമിംഗ് സ്റ്റേജാണ്. എല്ലാ കലാലയങ്ങളിലേക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ സർഗാത്മകത തിരികെ എത്തുന്ന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് ലോ അക്കാഡമിയിൽ ഇതേപോലെ സവിശേഷമായ ഒരു വിദ്യാർത്ഥി സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. എല്ലാ സംഘടനകളും സങ്കുചിത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി അവിടെ സമരത്തിലാണ്. അപ്പോൾ തങ്ങൾക്ക് നേരിട്ട ആ സ്ഥാപനത്തിന്റെ വലിയൊരു ലെഗസിയുള്ള സ്ഥാപനമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ അതിലൊന്നും ആർക്കും തർക്കമില്ല. ആ ലെഗസി അംഗീകരിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും തന്നെയാണ് പുതിയ കാലത്തുയർന്ന ആക്ഷേപങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ജയ്ക്ക്, ഒരു പ്രധാന പ്രശ്നം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ മൂർത്തമായ അവസ്ഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു ക്യാമ്പസിൽ ഇത്ര ദിവസമായി സമരം നടക്കുന്നു, ഒരു തരത്തിലും പരിഹാരം ഉണ്ടാകുന്നില്ല. സർക്കാരിൻ്റെ ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സർവകലാശാലയുടെ ഈ തെളിവെടുപ്പ് പോലും യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങളെ കെട്ടടക്കാനുള്ള ഒരു തട്ടിപ്പ് മാത്രമായി ഒരുപക്ഷെ അവസാനിച്ചേക്കാം. അത്ര വലിയ സ്വാധീനമുണ്ട് എന്ന ആരോപണവും ശക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട്. ജയ്ക്ക്, ഒരു സംശയവും വേണ്ട ശ്രീ ശരത്. സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ വിശദീകരണം നൽകാൻ ഞാൻ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. പക്ഷേ സർക്കാർ ഇടപെട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ നടത്തിയ ഇടപെടൽ അത് ഈ സമരത്തെ തണുപ്പിക്കാനാണ് എന്ന രീതിയിൽ പ്രസ്താവന നടത്തിയാൽ അതിനോട് നല്ല നമസ്കാരം പറയുക നിവൃത്തിയുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് നേരിട്ട് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ രവീന്ദ്രൻ മാഷാണ്. അതേപോലെ തന്നെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം ഉപസമിതി ടീമിനെ തയ്യാറാക്കി ആ കലാലയത്തിലേക്ക് പരിശോധനയ്ക്കായിട്ട് അയച്ചതിനകത്തും കേരളത്തിലെ സർക്കാർ തന്നെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് പരിശോധനയ്ക്കായി പോയത്. ഒരു സംശയവും വേണ്ട, ആ സിൻഡിക്കേറ്റ് ഉപസമിതി നൽകുന്ന റിപ്പോർട്ടിനനുസരിച്ച് ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ച പോലെ എന്താണോ ആ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കണ്ടെത്തൽ, ആ കണ്ടെത്തലിനനുസരിച്ചുള്ള ശക്തമായ നടപടി കേരള സർവകലാശാല സിൻഡിക്കേറ്റും അതിന് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ വകുപ്പും എടുക്കുക തന്നെ ചെയ്യും. അത് എടുക്കാത്ത പക്ഷം ശക്തമായ സമരത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികളോടൊപ്പം ഒന്നാം സ്ഥാനത്ത് തന്നെ SFI ഉണ്ടാകും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ അഡ്വക്കേറ്റ് TK ശ്രീനാരായണദാസ് ചേരുകയാണ്. ലോ അക്കാദമി കോളേജ് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അഡ്വക്കേറ്റ് ശ്രീനാരായണദാസ്, വിദ്യാർത്ഥികളുടെ പരാതിയിൽ യൂണിവേഴ്സിറ്റി ഉപസമിതി തെളിവെടുത്തു തുടങ്ങി. അവരുടെ പരാതികൾ ശരിയാണെന്ന് കാണുന്ന പക്ഷം വലിയ ബുദ്ധിമുട്ടിലേക്ക് സ്ഥാപനം പോയേക്കാം. അതിനുമപ്പുറം ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കോളേജിൻ്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആക്ഷേപങ്ങൾ, ക്രമക്കേടുകൾ, വളരെ ശക്തമായ ആരോപണങ്ങളായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീനാരായണദാസ്. യെസ്, ആദ്യമായി നിങ്ങളുടെ ഈ ടൈറ്റിൽ ഉണ്ടല്ലോ, ലോ അക്കാഡമിയെ ആര് തളയ്ക്കും എന്ന ടൈറ്റിൽ, അത് അനുചിതമാണ്. ലോ അക്കാഡമി പോലെ കഴിഞ്ഞ 50 വർഷം നിയമവിദ്യാഭ്യാസ രംഗത്ത് മഹത്തായ സംഭാവന നൽകിയിട്ടുള്ള, രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിനെ തളർത്തുകയല്ല വേണ്ടത്, വളർത്തുകയാണ് വേണ്ടത്. ഒരു നഴ്സറി സ്കൂൾ പോലും തളരാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ ആ വാചകം ഉണ്ടല്ലോ, ലോ അക്കാഡമിയെ ആര് തളർത്തും, അതില് ലോ അക്കാഡമി മാനേജ്മെന്റിന്റെ പേരിൽ ഞാൻ അതിലൊരു പ്രതിഷേധം അറിയിക്കുകയാണ്. പിന്നെ കോളേജിലുള്ള സംഭവങ്ങൾ ഇപ്പൊ കഴിഞ്ഞ 50 വർഷമായി സർ, 50 വർഷത്തെ ചരിത്രം നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് ഇപ്പോൾ ഉയർന്ന പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനക്കമിട്ട് മറുപടി പറയൂ, വിശദീകരിക്കൂ. കാരണം ഇതൊരു ചർച്ചയുടെ മാത്രം പ്രശ്നമല്ല ശ്രീനാരായണദാസ്. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വലിയ മാന്യതയുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. അവിടെ നിന്നുമാണ് ഈ ഉയരുന്നത്. വിദ്യാർത്ഥികൾ, എല്ലാ പാർട്ടികളും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള മട്ടിൽ നിലപാടെടുക്കരുത്. ശരത്, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തെളിവെടുപ്പിന് വരുന്നു, വരട്ടെ, അന്വേഷിക്കട്ടെ. അതൊന്നും ഒരു ഔദാര്യമല്ല, അതൊക്കെ അവിടെ നടന്നോളും, അതൊക്കെ നടന്നോളും. പക്ഷേ മാനേജ്മെന്റിന് ഒരു ഉത്തരവാദിത്വമില്ലേ സമൂഹത്തോട്? ഇത്ര ചരിത്രപരമായ ഒരു വലിയ അംഗീകാരം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് വിശദീകരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് നോക്കൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഭൂമി ഉപയോഗിച്ചതിനെ സംബന്ധിച്ച്, പാട്ടഭൂമി ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് വലിയ സംശയങ്ങൾ നിൽക്കുന്നു. കൃത്യമായ വിശദീകരണം മാനേജ്മെന്റ് നൽകിയിട്ടുണ്ടോ? ഭൂമിയല്ല, ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്. ഇതൊക്കെ പരിശോധിക്കുവാനുള്ള അതോറിറ്റീസ് ഉണ്ട്.
ആവശ്യമില്ലാതെ അതൊരു തരം ഒഴിവ് കഴിവല്ലേ? വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് മാനേജ്മെന്റ് എന്തുകൊണ്ട് പറയുന്നില്ല? യാഥാർത്ഥ്യമില്ല. വിദ്യാർത്ഥികൾക്ക് ഉള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ശ്രീനാരായണദാസ്, എങ്ങനെയാണ് അക്കാദമിയുടെ രൂപീകരണം? എന്നെ പറയാൻ അനുവദിക്കുക. എങ്ങനെയാണ് അക്കാദമിയുടെ രൂപീകരണം? അല്ലല്ല, അക്കാദമിയുടെ രൂപീകരണമൊക്കെ ഇപ്പൊ ഈ ചർച്ചയെ പറയുന്നത് ഇതിനെല്ലാം പറയണമല്ലോ. ഇതൊക്കെ പരിശോധിക്കാൻ ഗവൺമെന്റ് ഉണ്ട്, അതോറിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതുപോലെ ജനങ്ങളോട് സംവദിക്കുന്ന പരിപാടികളിൽ പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്നാണ് ശ്രീനാരായണദാസ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. എന്ന് മനസ്സില്ലെന്നല്ല പറഞ്ഞത്. എന്നാൽ പറയൂ. മനസ്സിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? വിദ്യാർത്ഥികളുമായി. അത് മാത്രമല്ല, ഞാൻ ചോദിച്ച വിദ്യാർത്ഥികൾ താങ്കൾ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി വരട്ടെ, പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്തിനു വേണ്ടി ലോ അക്കാദമി ഒരു സൊസൈറ്റി രൂപീകൃതമായി? എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിൽ നിന്ന് അത് വ്യതിചലിച്ചിട്ടുണ്ടോ? അതിന് സർക്കാർ തന്ന ഭൂമി വകമാറ്റപ്പെട്ടിട്ടുണ്ടോ? അല്ല ശരത്, 50 വർഷത്തെ അനുഭവം കേരളീയരുടെ മുമ്പിലുണ്ട്. ലോ അക്കാദമി അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാനാണല്ലോ ആക്ഷേപം. ആ ഭൂമിയുടെ കാര്യത്തിൽ പറയൂ കോളേജിനെ വിലയിരുത്തുന്നു. ശ്രീനാരായണദാസ്, നമ്മൾ വാക്കുകൾ കൊണ്ട് വിശദീകരണത്തിൽ അർത്ഥമില്ല. വിഷയമാണ് പ്രധാനം. സർക്കാർ തന്ന ഭൂമി വകമാറ്റിയിട്ടുണ്ടോ? അല്ല, നിങ്ങൾ എന്നെ വിശദീകരിക്കാൻ അനുവദിക്കണം. ഒരു കോളേജിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ആ കോളേജിന്റെ അക്കാദമിക് നിലവാരം നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ വർഷം LLM-ന് ഫസ്റ്റ് റാങ്ക്, LLB എന്താണ് ഈ പറയുന്നത്? അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾ അടുത്ത വർഷത്തേക്ക് ആളെ പിടിക്കാൻ നോട്ടീസ് അയക്കുന്ന പോലെ റാങ്ക് മേടിച്ച കഥയാണോ പറയുന്നത്? ആ സ്ഥാപനത്തെ മാനിക്കുന്നു ശ്രീനാരായണദാസ്, നിങ്ങൾ മാനിക്കുന്നത് പോലെ തന്നെ ഞാനും മാനിക്കുന്നു ആ സ്ഥാപനത്തെ. നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് വന്നേ പറ്റൂ. എനിക്ക് എന്തുത്തരവും നിങ്ങൾക്ക് പറയാം. ഈ ഭൂമി ലോ അക്കാദമിക്ക് സർക്കാർ, ഞാൻ ചില കാര്യങ്ങൾ പറയാം. 1968 23-ാം തീയതി കേരള നിയമസഭയിൽ NI ദേവസ്വക്കുട്ടി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ലോ അക്കാദമിക്ക് സ്ഥലവും കെട്ടിടവും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ് കൊടുത്തത്? എത്ര സ്ഥലമാണ് കൊടുത്തത്? ശ്രീ MN ഗോവിന്ദൻ നായരുടെ മറുപടി, ലോ അക്കാദമി എന്ന് പറയുന്ന ഒരു പ്രത്യേക വ്യക്തിയുടെ വകയല്ല. അത് ചീഫ് പാട്രൺ ബഹുമാനപ്പെട്ട ഗവർണറാണ്. ചീഫ് മിനിസ്റ്ററും റവന്യൂ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ ഹൈക്കോടതി ജഡ്ജിമാരും അതിലെ അംഗങ്ങളാണ്. കൂടാതെ പ്രമുഖരായ വക്കീലന്മാരും അതിൽ അംഗങ്ങളായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അക്കാദമിക്കാണ് സ്ഥലം കൊടുത്തത്. 12 ഏക്കറോളം വരുന്ന ഭൂമി. അതിലൊരു സാങ്കേതികത റവന്യൂ മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. അത് ശരിയായിരിക്കാം. അങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് ഈ സംശയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മറുപടി കിട്ടിയേ തീരൂ. അല്ല, തീർച്ചയായിട്ടും ഇത് ലോ അക്കാദമി അത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന് ജനറൽ കൗൺസിൽ ഉണ്ട്, അതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, അതിന് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന സമ്പ്രദായമുണ്ട്, അത് ഗവൺമെന്റിനും രജിസ്ട്രാറിനും കൊടുക്കുന്ന സംവിധാനമുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയ സ്ക്രൂട്ടിനി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നാളിതുവരെ അത്തരം ആക്ഷേപങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ആക്ഷേപം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും അത് പരിശോധിക്കുവാനും ബന്ധപ്പെട്ട ഫോറം ഉണ്ട് ശരത്ത് കേരളത്തിൽ. ഞങ്ങൾക്ക് അതിനെ ഭയമില്ല. ലോ അക്കാദമി അതിനെ ഒന്നും ഭയപ്പെടുന്നില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഏതായാലും പ്രാഥമികമായ ഒരു വിശദീകരണം താങ്കളിൽ നിന്ന് വന്നല്ലോ. ജ്യോതികുമാർ ചാമക്കാല, ഞങ്ങൾ അവരുമായി സംസാരിക്കുക. ഞാൻ വരാം. ഇതേ സാഹചര്യത്തിൽ ശ്രീമതി ലക്ഷ്മി നായർ പറഞ്ഞത് കൂടി കേൾക്കണം. ശ്രീനാരായണദാസിലേക്ക് ഞാൻ മടങ്ങി വരാം. ശ്രീമതി ലക്ഷ്മി നായർ ഇന്നലെ പറഞ്ഞത് കൂടി കാണണം. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള പ്രിൻസിപ്പലിൻ്റെ വിശദീകരണം മാനേജ്മെൻറ്റ് വിശദീകരിക്കാൻ വന്നിട്ടില്ല. പ്രിൻസിപ്പൽ പറഞ്ഞത് ഒന്ന് കേട്ട് ശേഷം ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് വരാം. ശ്രീനാരായണദാസിൻ്റെ വിശദീകരണവും നമ്മുടെ മുമ്പിലുണ്ട്. വീട്ടിൽ പോകുമ്പോൾ മാത്രം, അതും ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിൽ. രാവിലെ എവിടെയാണ് പോകുന്നത്, അതായത് രാവിലെ ഏർലി മോർണിംഗ് അവേഴ്സ് പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 5 മണിയുടെ ട്രെയിൻ ബുക്ക് ചെയ്ത് ആ ഇരുട്ട് സമയത്ത് കുട്ടികൾ, ഇത് നേരത്തെ 50 വർഷം മുമ്പാണ് ഈ സ്ഥലം. ചെറിയ തിരുത്തുണ്ട്. ഭൂമി സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള വിശദീകരണമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. 50 വർഷം മുമ്പാണ് ഈ സ്ഥലം ഗവൺമെന്റിന് പാട്ടത്തിന് വാങ്ങിക്കുന്നത്. അത് രണ്ടാമത്. അത് കഴിഞ്ഞിട്ട് ഇത് അസൈൻ ചെയ്ത് തരുന്നത് ഒരു പക്ഷേ MG കോളേജിനെക്കാട്ടിലും മുന്നേ ഏറ്റവും ആദ്യം ഗവൺമെൻറ് അസൈൻ ചെയ്തു തന്ന പ്രോപ്പർട്ടി ലോ അക്കാഡമിക്കാണ്. അതിനകത്ത് പ്രവർത്തിക്കുന്നത് കോളേജ് കെട്ടിടവും ലൈബ്രറിയും പെൺകുട്ടികളുടെ ഹോസ്റ്റലും സ്റ്റേഡിയം, അതുകൂടാതെ അവിടുത്തെ സ്റ്റാഫ് നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സുകളും മാത്രമാണ്. അതായത് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഒരു എയ്ഡഡ് കോളേജിലുള്ള ആൾക്കാർക്ക് പോലും സ്റ്റാഫിന് താമസിക്കാൻ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. വലിയ മണിമാളികകളൊന്നും അല്ല പണിതിരിക്കുന്നത്. നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം. ഓടിട്ട സാധാരണ ചെറിയ ക്വാർട്ടേഴ്സിലാണ് എൻ്റെ അച്ഛൻ താമസിക്കുന്നത്. അവിടെയാണ് ഞാനും ഇപ്പോൾ താമസിക്കുന്നത്. ഇത് വളരെ തുറന്ന് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്ന വിശദീകരണത്തോടു കൂടി ശ്രീമതി ലക്ഷ്മി നായർ നടത്തിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് അന്വേഷിക്കാം എന്ന് പറയുന്നു.
അതായത് സൊസൈറ്റി എന്തിനു വേണ്ടി മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരള നിയമസഭയിൽ അടക്കം വിശദീകരിച്ചതുപോലുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് ആ സ്ഥാപനം വ്യതിചലിച്ചിട്ടില്ല, ഭൂമി വകമാറ്റിയിട്ടില്ല, പാട്ട വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ല എന്ന ഒരു വിശദീകരണത്തിലാണ് മാനേജ്മെന്റ് നിൽക്കുന്നത്. ശ്രീനാരായണദാസ് ആണെങ്കിലും ഇന്നലെ ശ്രീമതി ലക്ഷ്മി നായർ ആണെങ്കിലും പറയുന്നത് അങ്ങനെയാണ്. ജ്യോതികുമാർ ചാമക്കാല. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോ അക്കാഡമി സ്ഥിതി ചെയ്യുന്ന പേരൂർക്കടയിൽ 12 ഏക്കറോളം സ്ഥലം സർക്കാർ പതിച്ചു കൊടുത്തതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുത്തതിന് ശേഷം ഇപ്പോൾ പതിച്ചു കിട്ടിയെന്ന് അവകാശപ്പെടുന്നതിന് സ്ഥലത്തെ സംബന്ധിച്ചൊരു വിഷയം. മറ്റൊന്ന്, സെക്രട്ടേറിയറ്റിന് ഒരു വെളിപ്പാടകലെ പുന്നൻ റോഡിലുള്ള ലോ അക്കാഡമിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് അത് കാണിച്ചുകൊണ്ട് കേരള സർവകലാശാലയിൽ നിന്ന് റിസർച്ച് സെൻറ്ററായി അഫിലിയേഷൻ മേടിച്ചിട്ടുള്ള സ്ഥലം, അവിടെ ഇപ്പോൾ മണിമാളികകൾ പണിഞ്ഞു വിറ്റിരിക്കുകയാണ്. അവിടെ 12 നിലയുള്ള ഫ്ലാറ്റ് പണിഞ്ഞിരിക്കുന്നു. അത് സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയോട് ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. ജ്യോതികുമാർ, ഇത് ശരിയാണ്. ഇതൊക്കെ എത്രയോ കാലമായി ഇങ്ങനെ കാറ്റിൽ പാറിപ്പറന്ന് നടക്കുന്ന ആരോപണങ്ങൾ പോലെ സമയാസമയങ്ങളിൽ ഉയർന്നു വരാറുണ്ട്, പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇതിനെല്ലാം നിയമപരമായി, നേരത്തെ ശ്രീനാരായണദാസ് പറഞ്ഞ പോലെ, ചോദ്യം ചെയ്യാൻ കഴിയുന്ന വേദി നമ്മുടെ നാട്ടിലുണ്ടല്ലോ. വിവരാവകാശ സാധ്യതകളുണ്ട്, നിയമപരമായി തർക്കിക്കാം. നിയമ പഠനത്തെ അതിൻ്റെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനം, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ അധ്യക്ഷതയിൽ തുടങ്ങിയ ഒരു സ്ഥാപനം, അതിന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിയമപരമായ പരിശോധനയാണ് വേണ്ടത്. ഇത്ര വലിയ ബോധ്യങ്ങളുണ്ടെങ്കിൽ താങ്കൾ അടക്കമുള്ളവർ അതിനൊന്നും തയ്യാറായിട്ടില്ലല്ലോ. ശരത്ത്, ഇതിനകത്ത് 2014 ഞാൻ കൊടുത്ത RTIക്ക് ഇന്നുവരെ മറുപടി വന്നിട്ടില്ല. 2014 കുടപ്പനക്കുന്ന് വില്ലേജ് ഓഫീസിൽ തണ്ടപ്പേരും സർവേ നമ്പരും ബ്ലോക്ക് നമ്പരും മുഴുവൻ കാണിച്ചുകൊണ്ട് കൊടുത്ത് ഇതിന് RTIക്ക് മറുപടി വന്നിട്ടില്ല. അവരുടെ രേഖകളിലെന്നാണ് പറയുന്നത്. താലൂക്ക് ഓഫീസിൽ കൊടുത്തു, കളക്ടറേറ്റിൽ കൊടുത്തു. കളക്ടറേറ്റിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, വില്ലേജ് ഓഫീസ് ചോദിക്കാനാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു, മറുപടി തരുന്നില്ല. അപ്പോൾ 12 ഏക്കറോളം സ്ഥലം ഈ നമ്മുടെ അസംബ്ലിയിലെ രേഖകൾ പ്രകാരം ഉൾപ്പെടെ ഒരു ഗവർണർ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഒരു പൊതുകാര്യത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അതിപ്പോൾ സ്വകാര്യവൽക്കരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിനൊക്കെ അപ്പുറമായിട്ട് അതൊക്കെ പോട്ടെ, 12 ഏക്കർ കൊടുത്തത് ശരിയാണ്, ഇരിക്കട്ടെ. ഇപ്പോൾ ഇതാ ഒരു പൈസയ്ക്കല്ലോ കൊടുത്തത്, സർക്കാർ പാട്ടത്തിന് കൊടുത്തു അല്ലെങ്കിൽ പതിച്ചു കൊടുത്തു, എന്തോ ആയിക്കോട്ടെ, അത് തിരിച്ചെടുക്കാൻ അവകാശമുണ്ടല്ലോ. ഇപ്പോൾ ഒരു ലോ കോളേജ് നടത്താൻ വെറും 3 ഏക്കർ സ്ഥലമാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്രയേറെ ലാൻഡിൻ്റെ സ്കേഴ്സിറ്റി ഉള്ള സമയത്ത് ഈ മാനേജ്മെൻറ്റ് തന്നെ ഈ 9 ഏക്കർ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോഴും ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. വിളപ്പിൽശാല വേണോ, വേറെ എവിടെയെങ്കിലും? ശ്രീമതി ലക്ഷ്മി നായരുടെ വിശദീകരണം കേട്ടില്ലേ, താങ്കൾ കേട്ടില്ലേ? അതിനകത്ത് അക്കാഡമിക്ക് വേണ്ടിയാണ് അവിടെ ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട്. ആ 12 ഏക്കറിലാണ് ഇതെല്ലാം. ക്യാൻറ്റീൻ, പുറമെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, അതിലാകെ ഓടിട്ട കെട്ടിടത്തിൽ ഇതിന് ഡയറക്ടറായ ശ്രീ നാരായണ നായർ സാർ താമസിക്കുന്ന കെട്ടിടം മാത്രമാണുള്ളത്. അവർക്കത് വിശദീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ താങ്കൾ പറഞ്ഞ പോലെ നിസ്സഹായതയും പറയാണ്. നിയമപരമായി അത് തെളിയിക്കാനും ആകുന്നില്ല എങ്കിൽ പിന്നെ അവർ തന്നെ ബാക്കിയുള്ള ഏക്കർ കണക്കിന് ഭൂമി സർക്കാരിലേക്ക് കൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ലായ്മയില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് 2 ഭാഗങ്ങളാണ്. ഒന്നുകിൽ അവർ കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട് സർക്കാരിന് ഇത് ഏറ്റെടുത്തുകൂടാ? തീർച്ചയായും കഴിഞ്ഞ 2-3 വർഷം മുമ്പാണ് ലോ കോളേജുകൾക്ക് 3 ഏക്കർ, അന്ന് 12 ഏക്കർ വേണം എന്നുള്ളതുകൊണ്ടാണ് 12 ഏക്കർ കൊടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ഇതിന് 3 ഏക്കർ മതിയെന്ന് തീരുമാനമുണ്ട്. അതിന് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ തുടങ്ങിയിരിക്കുന്നതെല്ലാം 3 ഏക്കർ സ്ഥലത്താണ്. അപ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ള 9 ഏക്കർ സർക്കാർ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. അതിൻ്റെ രേഖകളെ സംബന്ധിച്ച് പരിശോധിക്കണം, അതെങ്ങനെയാണ് അതിലേക്ക് പോയതെന്ന് മനസ്സിലാക്കണം. ഈ ബോഡി ഇപ്പോൾ ഈ ശ്രീനാരായണദാസൊക്കെ ഇങ്ങനെ ഘോരഘോരം പറയുന്നല്ലോ. ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഗവർണർ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൃഷിമന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന സമിതി, ഒരു ബോർഡ് ഉണ്ടെങ്കിൽ ഈ അസംബ്ലിയിൽ 68 പറഞ്ഞാണല്ലോ ഏറ്റവും അവസാനം ആ ബോർഡ് എന്നാണ് ചേർന്നത്? ആ സമിതി എന്നാണ് ചേർന്നിട്ടുള്ളത്? ആ സമിതി നിലവിൽ വന്നിട്ടുണ്ടോ? ആ സമിതി നിലവിൽ വന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അതിൽ സമിതിയിലെ ആദ്യത്തെ ചീഫ് പേട്ടൺ ആരായിരുന്നു? അവരൊന്ന് വ്യക്തമാക്കട്ടെ, അതിൻ്റെ ഒരു മിനിറ്റ്സ് തയ്യാറാകട്ടെ, ഒരു കാണിക്കട്ടെ. ഒന്നും കഴിയില്ല. അപ്പോൾ വസ്തു ഈ സൊസൈറ്റിയുടെ പേരിൽ ആക്കാൻ വേണ്ടി മാത്രം ഇത്തരത്തിൽ 12 ഏക്കർ തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം ചെയ്തു എന്ന് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ രേഖകൾ ഹാജരാക്കാം. നാരായണദാസ്, 68-ൽ 11 തെറ്റ് ഉണ്ടെങ്കിൽ തിരുത്താം. താങ്കൾക്ക് കുറച്ചുകൂടി മാനേജ്മെന്റിന്റെ ഭാഗം അറിയാവുന്നത് കൊണ്ട് വിശദീകരിച്ച് തിരുത്താവുന്നതാണ്. 68-ൽ 11 ഏക്കർ 49 സെന്റ് ഭൂമി കിട്ടി എന്നാണ് മനസ്സിലാക്കുന്ന വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള ഒരു വിവരം. 3 വർഷത്തേക്ക്, പിന്നീട് അത് 30 വർഷത്തേക്ക്, അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് 98 കഴിയുമ്പോഴേക്കും ആ പാട്ട കാലാവധി കഴിഞ്ഞു. പാട്ട കാലാവധി കഴിഞ്ഞ് പേരിൽ കൂട്ടി നൽകിയിട്ടൊക്കെ ഉണ്ടാകാം. ഇത് ഒരു ഭാഗം. പക്ഷേ അന്ന് എന്തിനു വേണ്ടിയാണ് എന്ന് അന്നത്തെ ആവശ്യകത ആരും ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷേ ഈ പാട്ട വ്യവസ്ഥകൾ തുടർന്നിങ്ങോട്ട് പാലിച്ചോ? ഇപ്പോഴും അത് പാലിക്കുന്നുണ്ടോ? കാലാവധിയായ 30 വർഷം കഴിഞ്ഞ് സംഭവിച്ചത് എന്താണ്? അതുപോലെ പുന്നൻ റോഡിലെ ഭൂമിയെക്കുറിച്ച്, സൊസൈറ്റിക്ക് വേണ്ടി വാങ്ങിയ ഭൂമി സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്കല്ലാതെ മാറ്റിയിട്ടുണ്ടോ? ശ്രീമതി ലക്ഷ്മി നായർ അതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലാണ് ഒരു വിശദീകരണം പൊതുസമൂഹത്തിന് നൽകേണ്ടത്. ഇല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ ഇവരെല്ലാം കൂടി നിങ്ങളെ നിർത്തും. അത് ഈ പാട്ടഭൂമി അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി
ആണ് ലോ അക്കാഡമി അത് പ്രയോജനപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ശരത്, വളരെ സുതാര്യമാണ്. ഇവർ ആവശ്യമില്ലാതെ ഈ ഇപ്പോഴായ ആ ചോദ്യം, അതായത് ലോ അക്കാഡമിക്ക് 12 ഏക്കർ ഭൂമിയുടെ ആവശ്യമുണ്ടോ? സർവകലാശാല വ്യവസ്ഥ അനുസരിച്ച് 3 ഏക്കർ മതി. അവിടെയാണ് ഭൂമി മറ്റു തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ആരോപണം പ്രസക്തമാകുന്നത്. മറ്റു തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് യൂണിവേഴ്സിറ്റിക്കും ഗവൺമെന്റിനും പരിശോധിക്കാമല്ലോ. ഞങ്ങൾ എന്തിനാണ് മറുപടി പറയുന്നത്? പരിശോധിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഗവൺമെന്റിനും യൂണിവേഴ്സിറ്റിക്കും നിങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് കൊണ്ട് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്താൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടാകുമോ? ലക്ഷ്യങ്ങൾക്കനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രാജ്യത്തിനാകെ മാതൃകയായ ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ പുന്നൻ റോഡിലെ ആ ലോ അക്കാഡമി റിസർച്ച് സെന്റർ, അതിന് സംഭവിച്ചത് എന്താണ്? അതും വാർത്തകളിൽ പുതിയ കാര്യമല്ല. ഇത്തരം ചില കാര്യങ്ങൾ ശ്രീനാരായണദാസ്, പരിഹരിക്കുകയല്ല, പ്രശ്നത്തെ സങ്കീർണമാക്കാനുള്ള ഒരു ശ്രമം. അതിലൊരു കാര്യമില്ല ശരത്. നിങ്ങളടക്കം പുന്നൻ റോഡിലെ ആ ഭൂമിയെ കുറിച്ച് വരുന്ന ആക്ഷേപത്തെ കുറിച്ച് എന്താണ് മാനേജ്മെന്റ് പറയാനുള്ളത്? ഭൂമിയെ കുറിച്ചുള്ള ആക്ഷേപം ഉള്ളവർക്ക് അതിന് പരിഹാര മാർഗങ്ങൾ ഉണ്ടല്ലോ. അവരുടെ ആക്ഷേപം ഞങ്ങൾ പരിഹരിക്കേണ്ട കാര്യമുണ്ട്. അതും ശരിയാണ്. തെളിയിക്കാൻ അല്ലെങ്കിൽ കോടതിയിൽ പോയി തെളിയിച്ചു വരും. ഞാൻ നേരത്തെ ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിച്ചതും അവരുടെ ആക്ഷേപം പരിഹരിക്കാൻ നിയമപരമായ ഫോറം ഉണ്ടെന്ന് ഇരിക്കെ അവരുടെ ആക്ഷേപം ഞങ്ങൾ പരിഹരിച്ചു തരണമെന്ന് നിങ്ങൾ പറയുന്നതിൽ എന്താ അർത്ഥം? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇവിടെ ശ്രീമതി ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വേറെ കുറേ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ അതിലെ അഭിപ്രായത്തിലേക്കോ തൽക്കാലം പോകുന്നില്ല. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവണമെന്നുമില്ല. പക്ഷെ അവിടെ നടക്കുന്ന സമരം, ആ സമരത്തിൽ വിദ്യാർത്ഥിനികളോടടക്കം ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതായി കണ്ടു. നിങ്ങൾക്കുള്ള ബോധ്യം ആ കുട്ടികളുടെ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ്? ശരത്, ഇപ്പൊ ഇവിടെ സംസാരിച്ച പല കാര്യങ്ങളും ഞാൻ കേട്ടു. ശരത് പറഞ്ഞ മാതിരി തന്നെ അതേക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ലക്ഷ്മി നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതൊരു സ്ത്രീ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നതിൽ ഞാനും ഒരുപാട് അഭിമാനം കൊണ്ടിട്ടുണ്ട്. കാരണം എപ്പോഴും സ്ത്രീകൾ ഉന്നതമായ സ്ഥാനത്ത് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ അഭിമാനം കൊള്ളേണ്ടത് തന്നെയാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട്, ഞാൻ ഏകദേശം ഒരു 3-4 വർഷമായിട്ട് കേൾക്കുന്ന, ലക്ഷ്മി നായരെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്നത് കുട്ടികളോട് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നവരോട് കാണിക്കുന്ന ഒരു മനോഭാവം, അതായത് ഭാഷയുടെ ഒരു സംസ്കാരമില്ലായ്മ കുറെ കാലങ്ങളായിട്ട് ഞാൻ ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ച് അതിലൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശദീകരിക്കുകയാണോ? കാരണം ഇന്നലെ വിശദീകരിച്ചപ്പോൾ പ്രിൻസിപ്പലായ ലക്ഷ്മി നായർ പറഞ്ഞത് ഒരു നല്ല കുടുംബത്തിൽ പിറന്നയാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയില്ല എന്ന നല്ലൊരു ബോധ്യമാണ് അവർ പങ്കുവച്ചത്. ഒരു തുറന്ന കത്ത് ഞാൻ ഓൺലൈനിൽ വായിച്ചതാണ്. സ്ത്രീ ആയതാണോ പ്രശ്നം, അതോ എൻ്റെ ഭരണമാണോ പ്രശ്നം? ആ നിലയിലൊക്കെയുള്ള ആക്രമണങ്ങൾ വളരെ ആസൂത്രിതമായി അവർക്കുമേൽ നടക്കുന്നതായി യാതൊരു തരത്തിലും ഭാഗ്യലക്ഷ്മി വിചാരിക്കുന്നില്ല എന്നാണോ? ശരത്, ഇതിലൊരു കാര്യം പറയാം. അതായത് ഒരാൾ നമുക്ക് നേരെ കുറ്റപ്പെടുത്തി വിരൽ ചൂണ്ടിയാൽ അതിൽ ഒരു പക്ഷേ വെറും ആരോപണമായി തള്ളിക്കളയാം. 2 ആൾ പറഞ്ഞാലും 10 പേർ പറഞ്ഞാലും. പക്ഷേ ഒരു ഏകദേശം ഇപ്പൊ 100ഓളം കുട്ടികൾ അല്ലെങ്കിൽ 150-200ഓളം കുട്ടികളാണ് ഒന്നിച്ചു നിന്ന്. ഞാൻ അവിടെ സമരപ്പന്തലിൽ ചെന്നപ്പോ അവിടുത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ സങ്കടം എന്നോട് അവർ പങ്കുവെച്ചത്, മാം ഞങ്ങളോട് ഷോൾ ഇടാതെ വരരുതെന്ന്, ഞങ്ങൾ ഷോൾ ഇട്ട് തന്നെ പോകാം, ഞങ്ങളോട് ഇന്ന സമയത്ത് വരണം എന്ന് പറയണ ഈ അച്ചടക്കം എന്ത് വേണമെങ്കിലും ഞങ്ങൾ പാലിക്കാം, പക്ഷെ ഞങ്ങളുടെ അച്ഛനമ്മമാരെ അസഭ്യം പറയാനും ഞങ്ങളെ അസഭ്യം പറയാനും ഇവർക്ക് എന്ത് അധികാരം? ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു കൾച്ചർ ഇല്ലാതെ സംസാരിക്കുക? എനിക്ക് ഒന്ന് ഇടപെടുകയാണ്. ശ്രീനാരായണദാസ്, അവർക്ക് ഇതിനകത്ത് അവരുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ല, ഭാഗ്യലക്ഷ്മിയുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ത്രീ കുട്ടികളുടെ പ്രശ്നം അറിഞ്ഞ് അവിടെ പോയി അവർ മനസ്സിലാക്കിയ പ്രശ്നമാണ്. അതിനെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മാനേജ്മെന്റ് ഇതുവരെ സമീപിച്ചിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത് കേട്ടാലും ഇന്ന് ശ്രീ നാരായണൻ നായർ സാർ പറഞ്ഞത് കേട്ടാലും ഒക്കെ തോന്നുന്നത്. ഇന്നലെ ശ്രീമതി ലക്ഷ്മി നായരും അങ്ങനെ തന്നെയാണ്, രാജിവെക്കുന്ന പ്രശ്നമില്ല, ഒരു ഘട്ടത്തിൽ ചർച്ചയ്ക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. ഒടുവിൽ പറഞ്ഞു എൻ്റെ കുട്ടികളുടെ പ്രായമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഏത് തരം ചർച്ചയ്ക്കും. ഒരു തരത്തിൽ ഈ കുട്ടികളുടെ ഈ വലിയ എതിർപ്പിനെ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? ശരത്, ഇന്നലെ ഇപ്പോ അക്കാഡമിക്കെതിരെയും പ്രിൻസിപ്പലിനെതിരെയും നിരന്തരമായി ഉയരുന്ന ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുവാനും വേണ്ടി അവർ മാധ്യമ പ്രവർത്തകരെ ഒരു പ്രസ് കോൺഫറൻസിന് വേണ്ടി വിളിച്ചു കൂട്ടിയല്ലോ. മനസ്സിലായി സാർ. അവിടെ 2 കുട്ടികൾ അത് തടസ്സപ്പെടുത്താൻ അതിനകത്ത് കയറി
അത്രയും പ്രശ്നഭരിതമായ രംഗം സൃഷ്ടിച്ചിട്ടും അവരെത്ര സംയമനത്തോടെയാണ് പെരുമാറിയത്. അവർക്ക് വേണമെങ്കിൽ പോലീസിന്റെ സഹായം തേടിയ കുട്ടികളെ പുറത്താക്കാമായിരുന്നല്ലോ. അവരെത്ര ശ്രീനാരായണദാസ്, അതല്ലല്ലോ വിഷയം. ആയിക്കോട്ടെ, അത് അവർ കാട്ടേണ്ടുന്ന അവരുടെ ഒരു വലിയ ഉന്നതമായ ബോധമാണ്. അത് ചെയ്തെങ്കിൽ നല്ല കാര്യം. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതിലേക്ക് വരൂ. നോ ശ്രീനാരായണദാസ്, ഭാഗ്യലക്ഷ്മി അവിടെ പോയി ആ കുട്ടികളുടെ പരാതിയിലുള്ള ഗൗരവത്തെ പങ്കുവെക്കുന്നുവെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ താല്പര്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ജ്യോതി ചാമക്കാലയ്ക്ക് ഒരു താല്പര്യം, SFI സംസ്ഥാന പ്രസിഡന്റ് ഒരു താല്പര്യം, ആ ഇരിക്കുന്ന ആര്യയ്ക്ക് ഒരു താല്പര്യം. ഈ സ്ത്രീക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഭാഗ്യലക്ഷ്മി പറയുന്ന ഗൗരവമായ ആക്ഷേപത്തിന് മറുപടി. അവർ ലക്ഷ്മിയെ കൂടി വിളിക്കണമായിരുന്നു. ഒരു നിമിഷം. അതായത് ലക്ഷ്മി നായരോട് സംസാരിക്കാതെയാണ് ഭാഗ്യലക്ഷ്മി നിങ്ങളൊരു ബോധ്യത്തിൽ ഇക്കാര്യത്തിൽ എത്തിയെന്നുള്ളതാണ് ശ്രീനാരായണദാസിന്റെ പരാതി. അല്ല, ഞാൻ അത് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് വെച്ചാൽ, ഇത് കുറെ 3-4 വർഷങ്ങളായിട്ട് അവിടെ പഠിച്ച പല പെൺകുട്ടികളും എന്നോട് വ്യക്തിപരമായിട്ട് പല ഫിലിം ഫെസ്റ്റിവൽ വേദികളിലൊക്കെ ഇരുന്നിട്ട് അവിടെ പഠിക്കുന്ന പല കുട്ടികൾ എന്നോട് ഇതുപോലെ ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ എന്റെ വളരെ അടുത്ത 2 ബന്ധുക്കൾ ഇപ്പൊ അവിടെ പഠിക്കുന്നുണ്ട്. അവർ 2 പേരും വന്ന് എന്നോട് ഇതേ കാര്യം പറഞ്ഞപ്പോ ഞാനത് ശരി, അത് ഈ പറയുന്ന ലക്ഷ്മി കാര്യം ഒരു സ്ത്രീയെ കുറിച്ച് ഒരു സ്ത്രീയാണ് ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നതെങ്കിൽ അതുകൊണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ലക്ഷ്മി ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ന് വിഷയം തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഈ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും നമ്മളെ തെരുവിൽ ഇറങ്ങുന്നവർ നമ്മളെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട്, ഞാൻ അവിടെ ചെന്ന് എന്നോട് അത് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കില്ല. ഭാഗ്യലക്ഷ്മി, എല്ലാം ശരിയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. നേരത്തെ വടക്കാഞ്ചേരി ഇഷ്യൂ ഉന്നയിച്ച ഘട്ടത്തിൽ അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ ഒരു ശ്രമം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ കുട്ടികൾ വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തെ നേരിടുന്നുവെങ്കിൽ തെരുവിലേക്ക് ഈ സമരത്തെ വലിച്ചഴക്കാതെ അടക്കം ഇടപെടാമായിരുന്നൊരു സാഹചര്യം താങ്കളുടെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടായിട്ടില്ലല്ലോ. തെരുവിൽ ഇറങ്ങിയിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇന്നേക്ക് 13 ദിവസമായി. 10 ദിവസത്തിനുള്ളിൽ സംഭവിക്കേണ്ടതെല്ലാം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു ആധികാരികമായി സംസാരിക്കേണ്ട ഒരാളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കുട്ടികൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ലക്ഷ്മി നായർ, ഈ കുട്ടികളും ലക്ഷ്മി നായരും ഒന്നിച്ചിരുന്ന് ഇത് തെളിവ് സഹിതം അവർ ബോധ്യപ്പെടുത്താൻ ബാധ്യതയാണെന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. ജ്യോതികുമാർ നേരത്തെ പറയാൻ വന്നത് എന്താണ്? ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് പോകാം ചർച്ചയുടെ. ഇത് ശ്രീ നാരായണദാസ് ഒക്കെ വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും മദർ തെരേസ കഴിഞ്ഞാൽ അടുത്ത വാഴ്ത്തപ്പെടേണ്ടത് ലക്ഷ്മി നായരെയാണെന്ന്. ഇതൊക്കെ ഈ കേരള സമൂഹം ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഈ പറയുന്ന കുട്ടികൾ പറയുന്നത് മുഴുവൻ കളവും ലക്ഷ്മി നായരും നാരായണൻ നായരും മാത്രം പറയുന്നതാണ് ശരിയെന്നും പറഞ്ഞാൽ ഈ പൊതുസമൂഹം എത്രത്തോളം വിശ്വസിക്കും? 1-2 ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞാൽ 1-2 കുട്ടികൾ അല്ലെ 10-100 കുട്ടികൾ പറഞ്ഞാൽ അതല്ല. ഇവിടെ ഇത് കാര്യങ്ങൾ ഗൗരവത്തോടെ പോകുന്നു. ഇത്തരത്തിലൊരു വിഷയമുണ്ടായി. കുട്ടികൾ അത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലായാലും അല്ലാതെ ആയാലും പെൺപട എന്ന പേരിലായാലും കുട്ടികളുടെ സമരരംഗത്താണ്. ഈ കുട്ടികൾ സമരമുണ്ടായപ്പോൾ തന്നെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൾ അതിനകത്ത് ഇടപെട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടെങ്കിൽ ഞാൻ തൽക്കാലം മാറി നിൽക്കാം, നമുക്കൊരു അന്വേഷണ കമ്മീഷനെ വെക്കാം, അത് മാനേജ്മെന്റിന്റെയും വിദ്യാർത്ഥികളുടെയും തന്ത്രപരമായ പിഴവ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. അവർ തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിൽ അവർക്കത് ബോധ്യപ്പെടുന്നുണ്ടാകാം. അതിനൊക്കെ അപ്പുറത്തേക്ക് പോട്ടെ. ഏതായാലും ആ ഘട്ടമൊക്കെ കഴിഞ്ഞല്ലോ. എന്തുതരം അന്വേഷണം? ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നുമില്ല. തെളിയിക്കേണ്ടവൻ പോയി തെളിയിച്ച് അന്വേഷിച്ച് കൊണ്ടുവരൂ എന്ന് ശ്രീനാരായണദാസ് വളരെ കൃത്യമായി പച്ചയായി പറഞ്ഞു വെച്ചു. അത് തന്നെയാണ് വെല്ലുവിളി. അത് തന്നെയാണ് ഇവിടുത്തെ വെല്ലുവിളി. ഞങ്ങളെ ഒന്നും ആരും ചെയ്യില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ലക്ഷ്മി നായരും ശ്രീനാരായണദാസും ഈ നാരായണ നായർ സാറും എല്ലാം. അങ്ങനെയല്ല വേണ്ടത്. ഇവിടെ ജനാധിപത്യ തോമസ്, നേരത്തെ മാനേജ്മെന്റ് പ്രതിനിധി സംസാരിച്ച താങ്കൾ കേട്ടല്ലോ. സമരം അവിടെ നടക്കുന്നു. ഭാഗ്യലക്ഷ്മി നേരിട്ട് മനസ്സിലാക്കിയ കാര്യം സൂചിപ്പിച്ചതുമുണ്ട്. ഞാൻ ഒന്നും ചേർക്കുന്നില്ല. ജയ്ക്കിന് പറയാനുള്ളത്? ശ്രീ നാരായണദാസ് മാനേജ്മെൻറ്റ് പ്രതിനിധിയായി ഇവിടെ വന്ന് സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹത്തെയൊക്കെ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പലിനെ സംബന്ധിച്ച് വലിയ സ്തുതിഗീതം എഴുതുന്ന കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞു വിടാം. അദ്ദേഹം 1ാം സ്ഥാനം കരസ്ഥമാക്കി വീട്ടിൽ കൊണ്ടുവെക്കും. ശരി, എന്താണ് ഇദ്ദേഹം പറയുന്നത്? നമുക്കറിയാം ആ സ്ഥാപനത്തിൻ്റെ ലെഗസിയെ വെച്ചിട്ടാണ് ഇപ്പോൾ, ആ സ്ഥാപനത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ വെച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്കറിയാം ഗുജറാത്തിലാണ് ഗാന്ധിജി ജനിച്ചത്. പക്ഷേ അതേ ഗുജറാത്തിൽ വെച്ചിട്ട് തന്നെയാണ് RSSകാർ കലാപത്തിനിടയിൽ നിറഗർഭിണിയുടെ വയർ തൃശ്ശൂരം കൊണ്ട് പിളർന്നത് എന്ന് വെച്ച് ഗുജറാത്ത് പരിശുദ്ധമാണ് നമുക്ക് എല്ലാ കാലവും പറഞ്ഞു കേട്ട് നടക്കാൻ വേണ്ടി കഴിയില്ല. അതേപോലെ തന്നെയാണ് ലോ അക്കാഡമി. അക്കാഡമിക്ക് ഒരു ലെഗസി ഉണ്ടായിരുന്നു, മഹത്തായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യതിചലിക്കരുത് എന്ന വികാരമാണ് പങ്കുവെക്കുന്നത്. സമയം അവസാനിക്കുന്നതാണ്. ശ്രീ മനോജ് കുമാർ, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, യോഗ്യത, അഫിലിയേഷൻ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നു. ഭൂമി വിനിയോഗത്തെ സംബന്ധിച്ച ആരോപണം മുൻപുണ്ടായിരുന്നത് കൂടുതൽ ശക്തമാകുന്നു. വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി സമരരംഗത്ത്.
ചരിത്രപരമായ ആ സ്ഥാപനത്തിൻ്റെ മികവിനെയും സംഭാവനകളെയും മാനിക്കുമ്പോൾ തന്നെ നിലവിലെ പ്രശ്നങ്ങൾ പ്രശ്നം തന്നെയാണ്. ശരത്തെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭൂമി സംബന്ധമായ പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതോടൊപ്പം തന്നെ ഈ പാട്ട വ്യവസ്ഥയുടെ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പരിശോധിക്കാത്ത നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ്റുണ്ട്. ഗവൺമെൻറ് ഇക്കാര്യങ്ങൾ പരിശോധിക്കണം. അതൊരു ഭാഗത്ത് നടക്കട്ടെ. തീർച്ചയായിട്ടും അതിനോടൊപ്പം ഈ അതുമായി ബന്ധപ്പെട്ട അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്രയും പെട്ടെന്ന് ഈ കലാലയം തുറന്ന് പ്രവർത്തിക്കാനും ഈ കുട്ടികളും ഈ മാനേജ്മെന്റും തമ്മിലുള്ള പ്രശ്നം മാനേജ്മെന്റ് വാചകം താങ്കൾ കേട്ടല്ലോ ആര്യ, ഒറ്റ വാചകത്തിൽ. അതെ കേട്ടു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്നലത്തെ പ്രസ് മീറ്റിന് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലത്തെ പ്രസ് മീറ്റിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായി ലക്ഷ്മി നായർ എന്ന് പറയുന്നത് നല്ലൊരു ആങ്കർ മാത്രമല്ല, നല്ലൊരു നടിയാണെന്നുള്ളത് വ്യക്തമായി. ആ ഒരു പ്രസ് മീറ്റിൻ്റെ ഇടയ്ക്ക് ഒത്തിരി തവണ മാം വെള്ളം കുടിക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്നിരുന്നാലും എനിക്ക് ഒരു കാര്യം, ഇന്നലത്തെ പ്രസ് മീറ്റിന് ഒരു തിരിച്ചൊരു ചോദ്യത്തിലൂടെ ഞാൻ ഉത്തരം പറയാം. ഇന്നലെ ആരോ എഴുതി കൊടുത്ത കുറേ പേപ്പർ കെട്ടുകൾ നോക്കി ആ അക്ഷരങ്ങൾ മാം തുപ്പുന്നത് ഞങ്ങൾ കണ്ടു. പക്ഷേ എന്തുകൊണ്ട് മാം ഇതുപോലുള്ള ചാനൽ ചർച്ചകളിൽ കുട്ടികൾക്ക് ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് കുട്ടികൾ പറയുന്ന ആരോപണങ്ങളെ എതിർക്കുന്നില്ല? ജ്യോതി ചാമക്കാല, ഒറ്റ വാചകത്തിൽ ചർച്ച അവസാനിപ്പിക്കാം. എന്നോട് എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ. കേരളത്തിലെ സർക്കാരിനെയും കേരള സർവകലാശാലയും വെല്ലുവിളിച്ച ഒരു മാനേജ്മെൻറ്റ് മുൻപ് തൊട്ട് ഈ അടുത്ത സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. PA അസീസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതിൻ്റെ അവസ്ഥ ആലോചിക്കുന്നത് ഈ മാനേജ്മെൻറ്റിന് നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കുട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായി നടപടി ഉണ്ടാകും. ഇത് കേരള സർവകലാശാലയുടെ കയ്യിൽ മാത്രമായി നിൽക്കുന്ന ഒരു പ്രശ്നമാകില്ല. ഈ രൂപത്തിലേക്കുള്ള ആരോപണങ്ങൾ ശക്തമായി വരുമ്പോൾ സർക്കാർ ഇടപെടേണ്ടതായി വരും. ആ ഇടപെടൽ വൈകുന്തോറും ഭരണപരമായ സ്വാധീനത്തിൻ്റെയും തണലിൻ്റെയും കീഴിലാണ് ഈ കോളേജ് എന്ന വലിയ ആരോപണം സർക്കാരും നേരിടേണ്ടി വരും. രാഷ്ട്രീയമായി ഒരു വാക്കിൽ, ഒരു വാചകത്തിൽ ഒരു മറുപടി കേൾക്കാമോ ജയിക്കിൽ നിന്ന്? ഒരു സംശയവും വേണ്ട ശ്രീ ശരത്. ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇരുന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഈ നാട്ടിലുണ്ടായിരുന്നു. അത് ഇത് ഈ ഇപ്പോൾ എല്ലാ ആക്ഷേപങ്ങളും ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നോട്ടീസ് കൊടുക്കണമെങ്കിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് വരേണ്ടി വന്നു. ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നേറ്റ സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു. ഒരു ഉപസമിതിയെ വെക്കാൻ, ഒരു സമരം ഉണ്ടായപ്പോൾ അതിനെ സംബന്ധിച്ച് പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാഷ്ട്രീയം പറയുന്നത് ദിവസമെങ്കിലും ഈ സമരസ്ഥലത്ത് പോയിട്ടുണ്ടോ? സമരപന്തലിൽ പോയിട്ടുണ്ടോ? ജയിക്കിന് ഈ സമരത്തിൽ എന്താണ് കോൺട്രിബ്യൂഷൻ? SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ സമരസ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? രാഷ്ട്രീയമായ ചോദ്യം ചോദിച്ചാൽ രാഷ്ട്രീയപരമായി തന്നെ അതിനകത്ത് SFI അതിനകത്ത് എന്ത് പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവർ പറയാൻ വേണ്ടി കഴിയും. സമരപന്തൽ സന്ദർശിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമരങ്ങളിൽ എന്താണ് SFI സംസ്ഥാന ഭാരവാഹികളുടെ കോൺട്രിബ്യൂഷൻ എന്ന് ജ്യോതികുമാർ ചാമക്കാലയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് സമരം ചെയ്യുന്നതെന്നും സമരം വിജയിപ്പിക്കുന്നതെന്നും ഈ നാട്ടിൽ കാണിച്ചു തന്നിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ് SFI. ആ നിലയ്ക്കുള്ള ഒരു വിജയം ഈ സമരത്തിനുണ്ടാകും. ജയ്ക്ക് ഞാൻ ഇടപെടുകയാണ്, വേറൊന്നും കൊണ്ടല്ല, സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ഏതായാലും വിദ്യാർത്ഥി സമരം അതിന്റെ വിജയത്തിലെത്തും എന്നാണ് ജയ്ക്ക് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും വേണ്ടി പറയുന്നത്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ആര്യ അതിശക്തമായ വിദ്യാർത്ഥികളുടെ വിമർശനം മുന്നോട്ട് വെച്ചു. മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് ശ്രീനാരായണദാസ് ആണ് ആരോപണങ്ങളുള്ളവർ പോയി തെളിയിച്ചു വരൂ, കേസുമായി മുന്നോട്ട് പോകാം, ഞങ്ങൾ സുതാര്യമാണ് എന്ന കോളേജ് മാനേജ്മെന്റ് നിലപാട് വിശദീകരിച്ചത്. ഒപ്പം മനോജ് കുമാർ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം, സർക്കാർ ഇടപെടണം എന്ന നിലപാട്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് തന്നെ ശക്തമായ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടേണ്ടി വരും എന്നാണ് ജ്യോതികുമാർ ചാമക്കാല നിലപാട് വിശദീകരിച്ചത്. വളരെയധികം ഈ പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.